Prayer. Dear God, thank you for the blessings of a new day. As I rise, fill me with your peace and strength. Guide my thoughts, words, and actions so that they reflect your love. Keep me mindful of your presence and help me to trust in your plan. May today be filled with the opportunities to serve you and others. In God's name, Amen. Good morning, everyone. I am Shruti Suresh. Thoughts of the day. Confidence is something you create when you believe in yourself. ആത്മവിശ്വാസം എന്നത് നിങ്ങൾ സ്വയം വിശ്വസിക്കുമ്പോൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. താങ്ക് യു. My good morning to everyone. I am Asina. Let us start to study our class with joy, refreshment, excitement to learn. Anyway, let's welcome the Miss to class. Today class is conducted by Miss Jisha ma'am. Welcome ma'am. Thank you. ഞാനൊരു മലയാളം പോയം ചൊല്ലട്ടെ. ഫ്രിഡ്ജ് തുറക്കും നേരത്ത് ഓടിക്കയറും കുട്ടനെലി, ഫ്രിഡ്ജിലിരിക്കും ചീസെല്ലാം വെട്ടിയടിക്കും കുട്ടനെലി, ഫ്രിഡ്ജിനുള്ളിലിരുന്നിട്ട് മുട്ടി വിളിക്കും കുട്ടനെലി, ഫ്രിഡ്ജ് തുറന്നാൽ ഉടനെ ചാടി ഓടി ഒളിക്കും കുട്ടനെലി. ഒരു കഥ പറയുന്നുണ്ടേ. ഒരു ദിവസം ബിച്ചുവിന്റെ വീട്ടിൽ കൂട്ടുകാരായ ബിക്കുവും ചിക്കുവും ഒക്കെ വന്നു. വാ, നമുക്ക് ഇതുവഴി ചുറ്റിയടിക്കാം, കൂട്ടുകാർ വിളിച്ചു. അത് കണ്ടതും കീടാണു അവിടേക്ക് വന്നു. ഇവരിൽ ആർക്കെങ്കിലും അസുഖം വരുത്തിയിട്ട് തന്നെ വേറെ കാര്യം. കൂട്ടുകാർ വിളിച്ചതും ബിച്ചു ഓടിച്ചെന്നു. പക്ഷെ ചെരുപ്പിടാൻ മറന്നു. ഇവന് അസുഖം വരുത്തുവാൻ ഇത് തന്നെ പറ്റിയ തക്കം. കീടാണു കുട്ടികൾ വരുന്ന വഴിയിൽ പോയി നിന്നു. അപ്പോഴാണ് അമ്മ വിളിച്ചത്, ആ വഴിയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാൻ മറക്കേണ്ട, കാലിൽ കീടാണു കയറും. ബിച്ചു ഉടനെ തിരിച്ചുപോയി. എന്നിട്ട് വേഗം ചെരുപ്പിട്ടു. ഇനി നടക്കാൻ പോകാം. അയ്യയുടെ രക്ഷയില്ലേ, കീടാണു നാണിച്ചു പോയി. വേഗം അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. താങ്ക് യു.
Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay, prayer, everything finished? കഴിഞ്ഞു മാം. ഓക്കെ, സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ നമ്മൾ ആക്ച്വലി പാർട്ട് 3ലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. പാർട്ട് 2യുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് എടുത്തിട്ടില്ലല്ലോ ആരും? No, ma'am, എടുത്തിട്ടില്ല. യെസ്, അത് നമ്മൾക്ക് എടുക്കണം. സോ എനിവേ നമ്മൾ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്ത് എവിടെ എത്രയായി എന്നൊന്ന് പറയാമോ? 89 പേജ് ഫുള്ളായി. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ലോ ഓഫ് വർക്ക് എടുക്കണം. ഓക്കെ, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റില് ആ ലോസ്, അതായത് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് വരുന്ന ലോസ് ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കാം. പകുതിക്ക് വെച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഇൻവെൻ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവർക്കാണെങ്കിലും അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ലോ ഒന്ന് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവുന്നവരെ നമുക്ക് എടുത്തു പോകാം. എനിവേ വലിയ ഡിലേ ഇല്ലാതെയാണ് നിങ്ങളുടെ ബാച്ച് പോകുന്നത്. സോ അത് നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് കൊണ്ടാട്ടോ, നിങ്ങളുടെ മാത്രമല്ല. സോ യു പീപ്പിൾ ആർ ദ ഡോമിനന്റ് ഇൻഫ്ലുവൻസേഴ്സ്, നമ്മളെല്ലാം. ഓക്കെ, സോ ഇനി സെമിനാർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും എടുക്കാനില്ലല്ലോ. നിങ്ങൾക്ക് ടോപ്പിക്സ് നോക്കുമ്പോൾ ഇഫ് യു ഫീൽ ലൈക്ക് ഐ ക്യാൻ ടേക്ക് ദിസ് ടോപ്പിക് എന്ന് തോന്നുവാണെങ്കിൽ യു പീപ്പിൾ ക്യാൻ ലീഡ് ദ ക്ലാസ്. ഓക്കെ, അപ്പൊ അതിന് പ്രീവിയസ്ലി അതൊന്ന് വായിച്ചൊക്കെ നോക്കണം, എന്നാലേ നമുക്കത് പറ്റുള്ളൂ. അപ്പൊ ഈ ക്ലാസ് ലീഡ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ കണ്ടന്റ്സും നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോസസ് ആ ഒരു രീതിയിൽ പോകണം. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യട്ടെ. യൂണിറ്റ് 3 പാർട്ട് 3യിലെ നോട്ട്ബുക്ക് വാങ്ങി 4 പാർട്സ് ആക്കാനല്ലേ പറഞ്ഞത്? എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. അതെന്താ വെച്ചാൽ നമ്മളിപ്പോ എടുക്കുന്ന യൂണിറ്റ് ഇല്ലേ, ആ യൂണിറ്റില് ഡോക്ടർ മറിയ മോണ്ടിസോറി കുട്ടികളുടെ ഗ്രോത്തിനെ 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചൈൽഡ്ഹുഡും അഡൽട്ട്ഹുഡും. ഞാൻ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. ചൈൽഡ്ഹുഡിനെ അഗെയിൻ 2 പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഡൽട്ട്ഹുഡിനെ അഗെയിൻ 2 പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 4 പീരിയഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 4 പീരിയഡ് ഏജ് അനുസരിച്ചാണ്. 0 to 6 years, 6 to 12 years, 12 to 18 years, 18 to 24 years. അത് നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ ലാസ്റ്റ് പോർഷൻ ആയിട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ പാർട്ട് 2ല് കുട്ടികളുടെ ഡെവലപ്മെന്റ് പഠിച്ചു. എല്ലാ ഏരിയയിലും കോഗ്നിറ്റീവ് പഠിച്ചില്ല, എന്നാലും ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് പഠിച്ചു. അതിലെല്ലാം ഓരോ ഏജിൽ കുട്ടി ഇങ്ങനെ ആയിരിക്കും എന്ന ഒരു ജനറൽ കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ മോസ്റ്റ് പ്രോബബ്ലി എല്ലാ കുട്ടികളിലും എല്ലാ കാര്യങ്ങളും ആ ഒരു സീക്വൻസിൽ തന്നെ വരണമെന്നില്ല. ഇപ്പൊ പറയും കമിഴ്ന്ന് കഴിയുമ്പം തല ആദ്യം ഉറക്കണു, നോട്ടം ശരിയാകണു, നമ്മളെ നോക്കി ഒരു സോഷ്യൽ സ്മൈൽ അത് ഉണ്ടാകുന്നു, പിന്നെ കമിഴ്ന്ന് വീഴുന്നു, അത് കഴിയുമ്പോ ഇരിക്കുന്നു, അത് കഴിയുമ്പോ പതുക്കെ പിടിച്ചു നിൽക്കുന്നു, എഴയുന്നു, കമിഴ്ന്ന് വീണ് കഴിയുമ്പോ എഴയുന്നു, പിന്നെ ഇരിക്കുന്നു, പിന്നെ പിടിച്ചു നിൽക്കുന്നു, പിന്നെ നടക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു സീക്വൻസ് നമുക്കറിയാം കുട്ടികളുടെ വളർച്ചയുടെ ഓരോ മൈൽ സ്റ്റോൺസ്. പക്ഷെ എന്റെ മോൻ നടന്നതിന് ശേഷമാണ് ഇരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ കുട്ടികളിലും ഇതൊരു ഈ ഒരു സീക്വൻസിൽ തന്നെ പോകണമെന്നില്ല. ബട്ട് നമുക്കറിയാം ഒരു വയസ്സിനുള്ളിൽ ഒരു കുട്ടിയുടെ ബോഡി ബാലൻസ് കൺട്രോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പൊ നിങ്ങൾക്കതൊരു അസസ്മെന്റ് ടൂളാണ്. ഇത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതോ ഒന്നുമല്ല കേട്ടോ. ഒന്നും സബ്മിറ്റ് ചെയ്യാനോ മാർക്ക് കിട്ടാനോ ഉള്ളതല്ല. നിങ്ങൾക്കൊരു അസസ്മെന്റ് ടൂളാണ്. കാരണം നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഇതുപോലെ ഈ കുട്ടികളാണ്. ഈ കുട്ടികളെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെ? മെഷീൻസ് അല്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു പാർട്സ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പെയർ പാർട്സ് കിട്ടിയത് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ മെഷീൻ കൊണ്ടുപോയി ഡംപ് ചെയ്യാനോ പറ്റുന്നതല്ല. ജീവനുള്ള പ്യുവർ സോൾസ് ആണ്. ഇവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അസസ്മെന്റ് ടൂളാണ്. ഇപ്പൊ ഒരു കുട്ടി നമ്മളെ മുന്നിൽ വരുന്ന എന്തായാലും 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടിയാണ്, അല്ലെ? അപ്പൊ നിങ്ങളൊരു 6 വയസ്സുള്ള ഒരു കുട്ടിയെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് കുട്ടിയുടെ ലാംഗ്വേജിൽ എന്തോ ഒരു ചെറിയൊരു ഡീഫോർമേഷൻ, ഒരു ഡിസബിലിറ്റി കുട്ടി കാണിക്കുന്നു. കുട്ടിയുടെ ആ ലാംഗ്വേജ് ഡെവലപ്മെന്റ്
ആ 6 വയസ്സുകാരന്റെ പോലെയല്ല, 4 വയസ്സുകാരന്റെ പോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണ്. സോ നിങ്ങൾക്കത് നോട്ട് ചെയ്ത് വെക്കാം. കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജ് 6 years ആണ്, ബട്ട് മെന്റൽ ഏജ് 4 വയസ്സാണ്. 4 വയസ്സിൽ തന്നെ നിൽക്കുക കുട്ടി, അവിടെ നിന്ന് ഇങ്ങോട്ട് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് ശരിയായ രീതിയിൽ ഇടപെടാം, ഇന്റർവെൻഷൻ ചെയ്യാം. അപ്പോൾ കുട്ടിയുടെ പാരന്റ്സിനെ ഇൻഫോം ചെയ്യാം. നമ്മൾക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുത്ത്, ലാംഗ്വേജ് ഏരിയ ആണ് പ്രശ്നമെങ്കിൽ അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്ത് നമുക്കത് നേരെയാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. നമുക്ക് പറ്റിയില്ലെങ്കിൽ പ്രൊഫഷണൽ എക്സ്പേർട്ടുകളുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് കുട്ടിയുടെ പാരന്റ്സിനോട് പറയാം. ആ ചെറിയ ഏജിൽ തന്നെ മാറ്റാനായിട്ട് പറ്റും. ചെറിയൊരു ഓട്ടിസ്റ്റിക് സിൻഡ്രോം ഒക്കെ ആണെങ്കിൽ അത് ആ ഒരു ചെറിയ ഏജിലൂടെ തന്നെ ത്രൂ തെറാപ്പി മാറ്റാനായിട്ട് പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അസസ്മെന്റ് ടൂൾ പ്രിപ്പയർ ചെയ്യാനാണ് ഒരു നോട്ട്ബുക്ക് വാങ്ങാനായിട്ട് പറയുന്നത്. ഇത് നിങ്ങളുടെ ഒരു ലേണിംഗ് ജേർണൽ പോലെ വെക്കണം. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വളർച്ചയുടെ ഒരു നാൾ വഴി പുസ്തകം, ലേണിംഗ് ജേർണൽ. നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടികളെ നമ്മളുടെ പഠിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നമ്മുടെ നിയർ ബൈ പ്ലേസ് നമ്മുടെ ലൗഡ് വൺസിന്റെ കുട്ടികളെ ഇങ്ങനെ കാണുവാണെങ്കിൽ യു ക്യാൻ ഒബ്സർവ്. നിങ്ങൾ ഒബ്സർവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇനി ഇങ്ങനെ കുട്ടികളുടെ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ തെറാപ്പിക്ക് നമ്മൾ വേറൊരാളെ റെഫർ ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മൾക്ക് പഠിക്കാം. നമ്മളൊരു ഇൻകം ഒക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മൾക്കൊരു ഇത് എന്താ പറയാ, ഒരു ഇൻകം സോഴ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ഫീസ് കൊടുത്ത് നമുക്കൊരു കോഴ്സ് പഠിക്കാനായിട്ടൊക്കെ പറ്റില്ല. അപ്പൊ അങ്ങനെ നല്ല എക്സ്പേർട്ടുകളൊക്കെ നടത്തുന്ന ക്ലാസ് ഉണ്ട്. നേരിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനൊക്കെ ആയിട്ട് ജോയിൻ ഒക്കെ ആവാനായിട്ട് പറ്റും. അത് നമ്മളിത് കഴിയുമ്പോഴേക്കും ഇതൊക്കെ നമ്മൾ കണ്ടെത്തും. ഇങ്ങനത്തെ സോഴ്സസ്, ഇങ്ങനെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊടുത്ത് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അല്ലാതെ മോണ്ടിസോറി കഴിയുമ്പോഴേക്കും യെസ് ഐ ജസ്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് മൈ കോഴ്സ് എന്ന് പറഞ്ഞ് അല്ല, കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഇനിയും എവിടേക്കോ വളരാനുണ്ടെന്ന്. അപ്പൊ അത് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഒരു സർവീസ് തന്നെയാണല്ലേ. പാരന്റ്സിനും ഭയങ്കര സന്തോഷമാവും, കുട്ടികളും നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകും. സോ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോഴും ഏത് കാലഘട്ടത്തിലും അപ്ഗ്രേഡിങ് അത് ആവശ്യം. സോ നമ്മളെ ലോ ഓഫ് വർക്ക് കഴിഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞേ. അത് കഴിഞ്ഞില്ല, ഡയഗ്രം എടുക്കാനുണ്ട് ചൈൽഡിന്റെ. യെസ് മനസ്സിലായി മാം പറഞ്ഞതുപോലെ മാം, ഞാൻ കാറ്റിസം പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ ക്ലാസ്സിൽ വെച്ചൊരു കുട്ടി ഇതേപോലെ തന്നെ മാം പറഞ്ഞതുപോലെ 5 വയസ്സായി കുട്ടിക്ക്. പക്ഷെ ഒരു 3 വയസ്സിന്റെ മെന്റൽ ഇതുള്ളൂ. പക്ഷെ ആ കുട്ടി പെരുമാറുന്നത് അങ്ങനെയാണ്. അപ്പ അമ്മ അങ്ങനെയൊക്കെ പറയണുള്ളൂ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും പറയുമ്പോ ആ കുട്ടി അതിന് റിപ്ലൈ ഇല്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങള് പേരൻസിനോട് പറഞ്ഞു ആ കുട്ടി ഇപ്പോ സൈക്കോളജിസ്റ്റിനെ കണ്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കാൻ പറഞ്ഞു ആ കുട്ടിയെ കൊണ്ട്. അപ്പൊ അതെന്നോട് വന്ന് പറഞ്ഞു, പാരന്റ് വന്ന് പറഞ്ഞു ഇങ്ങനെ ആ കുട്ടീനെ കുറിച്ച്, ആ കുട്ടീനെ എല്ലാതും ചെയ്യിപ്പിക്കാൻ. അവൻ ഒന്നും ചെയ്യില്ല. അവൻ വന്ന് ചെയർമ വന്ന് ഇരിക്കുള്ളൂ. ഒന്നിനും റിപ്ലൈ ഇല്ല. നമ്മൾ എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടില്ല. ചിലപ്പോ അമ്മേനെ കാണണം, അപ്പേനെ കാണണം, അങ്ങനെ മാത്രമേ പറയുള്ളൂ. പിന്നെ എന്തെങ്കിലും ഓളിയിടുക, അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞപ്പോ അവര് ചെന്ന് സൈക്കാട്രിസ്റ്റിനെ കണ്ട് ആക്ടിവിറ്റീസ് അപ്പൊ പറഞ്ഞു, കുറെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി ചെയ്യാനുണ്ട്, നമ്മളോടും ഇവിടെ ക്ലാസ്സിൽ വരുമ്പോഴും ചെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ മാം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കുട്ടിയുടെ കാര്യം. വെരി ഗുഡ്. അപ്പം ടെസ്സി അങ്ങനല്ലേ പേര്? ടെസ്സി നല്ല പേര്. അതെ മാം, അതെ. ടെസ്സിക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയത് തന്നെ വളരെ ഒരു ഡിവൈൻ കാര്യമായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വൺസ് ഇങ്ങനെ ഈ ഒരു ഇതിന്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ, അവര് പറയാതെ തന്നെ, പാരന്റ്സ് പറയാതെ തന്നെയും കുട്ടികൾ അധികം എക്സ്പ്രസ് ചെയ്യാതെ തന്നെയും നമുക്ക് അവരുടെ നോൺ വെർബൽ ക്യൂസ്, അവരുടെ രീതികൾ അവരെ ഒബ്സർവ് ചെയ്യുക. അതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി പറയുന്നത്, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ടീച്ചറെ പോലെ അല്ല. ട്രഡീഷണൽ ടീച്ചറെ പോലെ ഡോമിനന്റ് ഇൻഫ്ലുവൻസർ ആയിട്ട് നിൽക്കരുത്. സെന്റർ ഓഫ് അട്രാക്ഷൻ പലപ്പോഴും ട്രഡീഷണൽ വേയിലെ ടീച്ചറാണ്. ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു, ലെക്ചർ ക്ലാസ് കൊടുക്കുന്നു. അതുപോലെ ആകരുത്. നമ്മള് കുട്ടികളാണ് അവിടെ ഡോമിനന്റ് ആയിട്ടുള്ള പാർട്സ്. അവരെ ഫ്രീ ആയിട്ട് വിടുക, അവരെ ആക്ടിവിറ്റി ചെയ്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ കുട്ടിയുടെയും രീതികൾ മനസ്സിലാകുന്നത്.
നമ്മൾ ഒബ്സർവ് ചെയ്യുക, ഒരിക്കലും അവരെ തടസ്സപ്പെടുത്തരുത്. പക്ഷെ അവരുടെ ബോഡി ലാംഗ്വേജ് പറയുന്നു അവർക്ക് നമ്മുടെ സപ്പോർട്ട് ആവശ്യമാണ്. കാരണം എല്ലാ കുട്ടികളും തുടക്കം തന്നെ എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് ചേരുന്നില്ല അല്ലെ, അങ്ങനെ പ്രൊഡക്റ്റീവ് പെട്ടെന്നാവണമെന്നില്ല. അപ്പോ അവരെ അങ്ങനെ ആക്കാൻ ആ ഒരു സ്പേസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഫ്രീ ആയിട്ട് വിടാം. അപ്പൊ അങ്ങനെ അവരുടെ ബോഡി ലാംഗ്വേജും പറയും അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്, അല്ലെങ്കിൽ അവര് തന്നെ വന്ന് നമ്മളെ വിളിക്കാൻ മടിയുള്ള കുട്ടികളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവിടെ നമ്മൾക്ക് ഇടപെടാം. അത് കഴിഞ്ഞ് അവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അവരെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള ഒരു കോൺസെൻട്രേഷൻ വേണം അല്ലെ. ആ ഒരു കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കീനായിട്ട് ശരിയായ രീതിയിൽ അവരെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ തലയിൽ ഫുൾ ടെൻഷൻസ് എല്ലാം, വീട്ടിലെ കാര്യങ്ങൾ ആകെ സ്ട്രെസ്ഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും വളരെ നല്ല രീതിയിൽ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, മീൻസ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് നമ്മൾക്ക് വേണ്ടത് മെഡിറ്റേഷൻ ആണ്. അതുകൊണ്ടാണ് എവറി ഡേ ഒരു മിനിമം 10 minutes എങ്കിലും മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങളുടേതായ രീതിയിൽ ചെയ്താൽ മതി ആ ഒരു മെഡിറ്റേഷൻ. ഞാനൊരു സൂയിസൈഡ് പ്രിവെൻഷൻ സെന്ററിൽ വോളണ്ടിയർ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ 4 hours ആണ് അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ 4 hours നേരിട്ട് ഇതുപോലെ തന്നെ കോളേഴ്സ് വരും, അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് ഷെയർ ചെയ്യും, നമ്മളത് കേൾക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താ പറയാ, ഫോൺ കോൾസും വരും. അപ്പൊ അവര് പറയുന്നത് കേൾക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ നേരിട്ട് വരുന്നവരെ നമ്മളിങ്ങനെ കേൾക്കുക, അവരെ ഒബ്സർവ് ചെയ്യുന്നു നേരിട്ട് വരുന്നവരെ. അപ്പൊ ചില ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, എനിക്ക് ഒട്ടും ആ ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഇൻഫോം ചെയ്യും, ഇന്ന് വന്നാൽ എനിക്ക് ശരിയായ രീതിയിൽ എന്റെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല എന്ന് ഇൻഫോം ചെയ്യുമ്പോൾ അതൊന്നും അവിടെ എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ നമ്മള് തലയിൽ വേറെ പലതും വെച്ചിട്ട് വന്ന് അവിടെ വന്നിരിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല, പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ മുന്നിൽ വരുന്ന ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളുടെ ചിന്ത വേറെ ഒരിടത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് അയാളോട് ചെയ്യുന്നൊരു ക്രൈം പോലെ ആയിപ്പോലെ. അപ്പൊ അതാണ്. അപ്പൊ അത് നമ്മൾ ഓരോ ജോലിക്കും അതിൻ്റെതായ ഒരു രീതി, ഇതൊരു ഇൻകം കിട്ടുന്ന ജോബായിട്ട് മാത്രം കാണരുത്. ദിസ് ഈസ് അവർ സർവീസ്, നമ്മളുടെ ഡെഡിക്കേഷൻ, നമ്മളുടെ കമ്മിറ്റ്മെന്റ് എല്ലാം കൂടെ ഇതിലായിട്ട്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മുടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് കാര്യങ്ങൾ അല്ലേ. റീഡബിൾ ആണോ? ഞങ്ങളുടേത് ക്ലിയർ അല്ല മാം. എല്ലാവരുടെയും തന്നെ ആ ഒരു PDF ക്ലിയർ അല്ല. കാരണം നമ്മള് സാധാരണ എഴുതുന്ന പോലെ പിക്ചറിന്റെ ഉള്ളിലും ഷേപ്പിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും എഴുതുമ്പോഴേക്കും അത് കുറച്ചൊന്ന് ഇതായി പോകും. നോട്ടൊന്നും സോഫ്റ്റ് കോപ്പിയിൽ കുറച്ചൊന്നും അത് ക്ലിയർ ആയിരിക്കും, എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ. ഇപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റ്, അതിന്റെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, അതൊരു ഫ്ലോ ഡയഗ്രാമില് എല്ലാം കൂടെ കാണിച്ചിരിക്കുക. ഇത് നമ്മൾ ഇനി എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ആണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കുകളിൽ കാണുന്നത്. അപ്പോ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതൊരു പ്രീ ഡിറ്റർമിൻ പാറ്റേൺ ആണ്. ഓക്കെ. ഈ ഒരു പ്രീ ഡിറ്റർമിൻ സൈക്കിക് പാറ്റേൺ കൂടുതലും ശരീരത്തിന്റെ വളർച്ചയെക്കാളും കൂടുതൽ കണക്ട് ചെയ്യുന്നത് ബുദ്ധിവികാസം, ലാംഗ്വേജ്, മനസ്സിന്റെ വളർച്ച, അതുമായിട്ട് ഫിസിക്കൽ ഡെവലപ്മെന്റ് അതിനൊപ്പം നടന്നു പോകുന്നുണ്ട്. ഈ ഒരു പ്രീ ഡിറ്റർമിൻ സൈക്കിക് പാറ്റേൺ ആണ് ഒരു കുട്ടികളിൽ വരുന്നത്. അതിന് ആ ഡെവലപ്മെന്റ് ഫസ്റ്റ് ലോ ഓഫ് വർക്ക്, ആ സൈക്കിക് പാറ്റേണില് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത് ലോ ഓഫ് വർക്ക്. അതായത് വർക്ക് എന്നോട് ഉദ്ദേശിക്കുന്നത് കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ആ ആക്ടിവിറ്റി എങ്ങനെ ചെയ്തു പോകുന്നു, ദാറ്റ് ഇസ് ലോ ഓഫ് വർക്ക്. ഈ ലോ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അത് ആക്ടിവിറ്റി വർക്ക് എന്ന ഫോർ പ്ലേ, വർക്ക് ടു പ്ലേ എന്നാണ്. അപ്പൊ അതിനോടുള്ള ഇഷ്ടം കൂടും. കുട്ടി കളിക്കുന്നത് ആ ത്രൂ ആക്ടിവിറ്റിയാണ്, പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കുട്ടിയുടെ ഡെവലപ്മെന്റിലാണ് ആ പോസിറ്റീവ് പ്രോഗ്രസ് ആയിട്ട് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇനി ഇങ്ങനെ കുട്ടി ഇങ്ങനെ ആക്ടിവിറ്റി, കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി കൊടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിനുള്ള ഒരു ഫ്രീഡം കുട്ടിക്ക് കൊടുക്കണം. ദാറ്റ് ഇസ് ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. ഫ്രീഡം കൊടുക്കുമ്പോഴേ കുട്ടി തന്നെത്താനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ. അവിടെ നമ്മളൊരു കേസ് പറഞ്ഞിരുന്നു, കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇന്റർവീൻ ചെയ്യാം,
പക്ഷേ അത് കുട്ടിയെ ബ്ലെയിം ചെയ്തുകൊണ്ടോ നീ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയല്ല ചെയ്ത്, ഇത് മൊത്തം തെറ്റാണ്, പൊട്ടൻ, അങ്ങനെയൊന്നും പറയാനില്ല പറഞ്ഞു. നമുക്കത് ശരിയാക്കാം എന്നും പറഞ്ഞു നമ്മൾ ഡെമോ കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഈ ഡെമോ കാണിച്ചു കൊടുക്കുന്നതിന് മെയിനായിട്ടും 3 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് സിംപ്ലിസിറ്റി, ബ്രിവിറ്റി, ഒബ്ജക്ടിവിറ്റി. അതൊക്കെ ഇനി വരുന്ന പോർഷൻസിൽ വരുന്നുണ്ട്. അതായത് വളരെ സിമ്പിൾ ആയിട്ട്, ബ്രിവിറ്റി എന്ന് പറഞ്ഞാൽ ബ്രീഫായിട്ട് എന്താണോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതിനെ മാത്രം ഒബ്ജക്റ്റീവ് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡെമോ കൊടുക്കാൻ. അതാണ് ആ ഒരു ഫണ്ടമെന്റൽ ലെസൺസ് കുട്ടിക്ക് കൊടുക്കുന്ന മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫണ്ടമെന്റൽ ലെസൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ 3 സിംപ്ലിസിറ്റി, ബ്രിവിറ്റി, ഒബ്ജക്ടിവിറ്റി. വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് അത് ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. വലിയ ലെക്ചർ ക്ലാസ് കൊടുക്കുകയല്ല, അത് കാണിച്ചു കൊടുക്കുക. പിന്നെ കുട്ടിക്ക് നമ്മളുടെ ആവശ്യം ഉണ്ടാവില്ല, അവൻ തന്നെ അത് ചെയ്യാനായിട്ട് തുടങ്ങും. തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നല്ലൊരു ഫ്രീഡം കിട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുമ്പോൾ കുട്ടിയുടെ അറ്റൻഷൻ കൂടും. ദാറ്റ് ഈസ് പവർ ഓഫ് അറ്റൻഷൻ. വളരെ കോൺസെൻട്രേഷൻ കൂടും. ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിച്ച് ചെയ്യില്ല, അവരെന്തിനോ വേണ്ടി ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ അവരുടെ അറ്റൻഷൻ കൂടുന്നു. അപ്പൊ ഓരോന്നും കണ്ടോ കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ അവർ ചെയ്യുമ്പോൾ അവർക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ ശരിയാവില്ല, സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ ശരിയാവില്ല, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അത് അവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ മെറ്റീരിയൽ എങ്ങനെയാണ്, ഇതിനെ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. സോ അവരുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യും. സോ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. ഇനി നമ്മളൊരു മെറ്റീരിയൽ ഡെമോ കാണിച്ചു കൊടുത്തു, കുട്ടി അത് പലതവണ റിപ്പീറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യും. പിന്നെ വൺസ് അവൻ അത് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെ ചെയ്യും. അങ്ങനെ പലതവണ ചെയ്യും. കുറച്ച് കഴിയുമ്പോഴേക്കും അവന്റെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും, ക്രിയേറ്റിവിറ്റി കൂടും. അപ്പൊ കിട്ടിയ മെറ്റീരിയൽസിനെ അവർ വേറെ പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് തുടങ്ങും. ദാറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ബിൽഡിംഗ് ബ്ലോക്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ കൂടെ ഒരു ലീഫ്ലെറ്റ് പോലെ കിട്ടും, പല പല ഷേപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഉള്ളത്. കുഞ്ഞുങ്ങൾ അത് ശ്രദ്ധിക്കുകയില്ല. അവരെ ചുറ്റും കണ്ട പല സാധനങ്ങളുടെ ആ ഒരു ഇമേജ് അവരുടെ മനസ്സിലുണ്ടാവും. ആ ഒരു മെന്റൽ ഇമേജ് വെച്ചിട്ട് അവര് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അത് ബട്ടർഫ്ലൈ ആകാം, കാറാകാം, വട്ടവർ എത്തി, അവർക്ക് വീടാകാം, അവരുടെ ഒരു ഷേപ്പാണ്, ട്രെയിൻ ആകാം, അങ്ങനെ എയ്റോപ്ലെയിൻ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരുടെ മെന്റൽ ഇമേജില് ആ ഒരു ഇമേജ് എങ്ങനെയാണോ കിടക്കുന്നത് അതിനനുസരിച്ച് അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അത് അവരുടെ ഡെവലപ്മെന്റ് ആണ്, ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി അതിന്റെ ഡെവലപ്മെന്റ്. പിന്നെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്, അത് വീട്ടിൽ നിന്നും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്നും സ്കൂളിൽ നിന്നും അവർക്ക് കിട്ടുന്നതാണ്. അവരുടെ മോറൽ വാല്യൂസിന്റെ ഡെവലപ്മെന്റ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ബിലീഫ്, റിലീജിയസ് ബിലീഫ്, ട്രഡീഷൻസ്, നമ്മളെ കൊടുക്കുന്നത്, നമ്മളെ ഫോളോ ചെയ്ത് അവർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്, പല മോറൽ വാല്യൂസ് അവർക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദി ഇമോഷണൽ ഓർ സ്പിരിച്വൽ ലൈഫ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടി പറയായിരുന്നു, ഇങ്ങനെ ദോശ ഉണ്ടാക്കിയപ്പം അങ്ങനെ ചിലത് കരിഞ്ഞു പോകുന്നത് കാക്കയ്ക്ക് കൊടുക്കുന്നവർ അവര്. അത് ചെറിയൊരു മോനുണ്ട്, 3 വയസ്സ് ജസ്റ്റ് ആയിട്ടുള്ളൂ. ഈ മോൻ എന്ത് ചെയ്യും, ഇവന് കൊടുക്കുന്ന ഭക്ഷണം, അതായത് ഇവന് ദോശ കൊടുക്കുമല്ലോ, ആ ദോശ എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കാക്കയ്ക്ക് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ പറയണം, ഞാനത് ചെയ്യുന്ന കണ്ടിട്ടായിരിക്കണം കുട്ടി അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ പറയുമായിരുന്നു, ഒരു പക്ഷേ കുട്ടിക്ക് ഇങ്ങനെയും ഒരു തോട്ട് വന്നിട്ടുണ്ടാകാം, പാവം കാക്ക, അതിന് കരിഞ്ഞ കഷ്ണങ്ങളാണല്ലോ കിട്ടുന്നത്, നല്ലത് കൊടുക്കാം, അങ്ങനെ ഒരു തോട്ടും ആ കുട്ടിയുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന വാല്യൂസ് തന്നെയാണ്. നല്ലത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണം, അത് അവർക്ക് ഉണ്ടാകുന്ന ഒരു വാല്യൂസ് തന്നെയാണ്. ഒരു ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ സ്പിരിച്വൽ ലൈഫ്. പിന്നെ സ്റ്റേജസ് ഓഫ് ചൈൽഡ്സ് ഗ്രോത്ത്, ആദ്യം ഞാൻ പറഞ്ഞില്ലേ, മറിയ മോണ്ടിസോറി 2 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്. അതാണ് അപ്പൊ ഒരു കുട്ടിയുടെ സൈക്കിക് പാറ്റേണിന്റെ ഡെവലപ്മെന്റിന്റെ കുറെ സ്റ്റെപ്സ്, മൈൽ സ്റ്റോൺസ് തന്നെ പറയാം. അതാണ് ഇനി. അപ്പൊ ഈ ഒരു കാര്യങ്ങളിലൂടെയാണ് പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇത്രയും ഈ ഒരു രീതിയിലാണ്. അപ്പൊ ഇത് ഓരോന്നും നമ്മൾ എങ്ങനെയാണെന്നുള്ളത്, അത് ഈ ഫ്രീഡം ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഫ്രീ ആയിട്ട് വിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഡെവലപ്മെന്റും നടക്കില്ല. ആ ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്തത് കൊണ്ടാണ് കുട്ടിയിൽ ഈ ഒരു ഡെവലപ്മെന്റ് എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കുന്നത്.
അപ്പൊ ആ ഒരു പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ആയിരുന്നു. ഇനി ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ അത് ഇതേ രീതിയിൽ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് നെസസറി ആണ്. ഒന്ന് എൻവിയോൺമെന്റ്, കുട്ടി വളരുന്ന സാഹചര്യം, സറൗണ്ടിങ്സ് അല്ലെ. 2 ഫ്രീഡം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. ഈ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വിത്തിൻ ദ ലിമിറ്റ്സ് തന്നെ ആയിരിക്കണം, അല്ലാണ്ട് എന്തും ചെയ്തു എന്നുള്ള രീതിയിൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യില്ല. വിത്തിൻ ദ ലിമിറ്റ്സ്. ആ ഒരു പ്രായത്തിൽ ആ ഒരു കുഞ്ഞിന് എത്രത്തോളം ഫ്രീഡം വേണം എന്നുള്ളത് ആ കുട്ടിയെ മനസ്സിലാക്കി നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. കുട്ടി ഭയങ്കര എൻജോയ് ചെയ്യും, എനിക്കത് ചെയ്യാണ്ടത് കിട്ടി, ലെറ്റ് ഹിം, നോ പ്രോബ്ലം. പക്ഷെ അതിന്റെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതാണ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. നമ്മളൊരു മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഒരു പ്രത്യേകതയാണ് മെറ്റീരിയൽസ്, ആക്ടിവിറ്റി ചെയ്യാൻ മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾ ഉണ്ടാവും, ഒരു 10ഓ 20ഓ കുട്ടികൾ ഉണ്ടാവും. ചിലപ്പോൾ ചില മെറ്റീരിയൽസ് 1ഓ 2ഓ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കുട്ടികൾ അവരുടെ ടേൺ ആവാൻ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യും. അങ്ങനെ പല പല പോസിറ്റീവ്സ് കുട്ടികളിൽ ഡെവലപ്പ് ആവും. ആ ഒരു പേഷ്യൻസ്, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യും. ഇനീഷ്യലി ചിലപ്പോൾ ഒരു ഫൈറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും, വാശി പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നെ ആ ഒരു എൻവയോൺമെന്റിലൂടെ അവർ മേർജ് ചെയ്ത് പോകുമ്പോൾ അവരിൽ ആ ക്ഷമ വരും. അപ്പൊ അതാണ് ഈ ഫ്രീഡം എന്നുള്ളത് കൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യാൻ കുട്ടിക്ക് ഉള്ളിൽ തന്നെയുള്ള ടൂൾസ്, ഇന്റേണൽ എയ്ഡ്സ് ആണ് സെൻസിറ്റീവ് പീരീഡ്. അവരുടെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആണ്. അവർ എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അപ്പം ചുറ്റുപാടും കാണുന്നത്, കേൾക്കുന്നത്, തൊട്ട് മനസ്സിലാക്കുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത് എല്ലാം അവരുടെ സെൻസസ് മുഴുവൻ യൂസ് ചെയ്യുന്നു ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേറ്റ്സ്. പിന്നെ അബ്സോർബന്റ് മൈൻഡാണ്. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, കാണുന്ന ഇമേജ് മുഴുവനും അവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. എല്ലാം ഇംപ്രഷൻസ് ആയിട്ട് അവരുടെ ബ്രെയിനിൽ വരും. സോ കാണുന്നതെല്ലാം അബ്സോർബ് ചെയ്യുന്ന ഒരു മെന്റൽ സ്റ്റാറ്റസ് ആണ് കുട്ടിക്കുള്ളത്. ആ ഒരു രീതിയിലുള്ള അബ്സോർബന്റ് മൈൻഡ്. ഇതാണ് ആ ഒരു ചൈൽഡ്. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് മോഡൽസ് ഓഫ് ബിഹേവിയർ. ഓൾറെഡി നമ്മൾക്കറിയാം ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അപ്പൊ അതിനനുസരിച്ച് കുട്ടിയുടെ ബിഹേവിയർ ചേഞ്ചസും എല്ലാം വരും. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല, യുണീക്കാണ്. സോ ആ ഒരു ബിഹേവിയറിലൊക്കെ ചേഞ്ചസ്. ചിലപ്പം ഭയങ്കര വാശിയായിട്ട് വരുന്ന ഒരു കുട്ടിയായിരിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ ആ കുട്ടിക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ഹൈപ്പർ അതിന്റെ എഫക്റ്റ് കുറഞ്ഞു വരും. പിന്നെ ഭയങ്കര ലേസി ആയിട്ട് സ്ലീപ്പി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരെയും ഇതുപോലെ തന്നെ ഈ ഒരു എൻവയോൺമെന്റിലൂടെ കടക്കുമ്പോൾ അവരിലും ആ ഒരു ബിഹേവിയറൽ പാറ്റേൺ ചേഞ്ച് ആകും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ, ലോ ഓഫ് വർക്ക്. ലോ ഓഫ് വർക്കില് ത്രൂ വർക്കിംഗ് എന്ന് പറഞ്ഞ 2 പാരഗ്രാഫ്സ് വരുന്നില്ലേ? അതുവരെ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കോഗ്നിറ്റീവ് ഇത് നമ്മൾ ഉദ്ദേശിച്ച ടോപ്പിക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കഴിയില്ല. എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ ഈ ലോന്റെ അതെല്ലാം ആ എല്ലാ പാർട്സും അതായത് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊന്ന് റീഡ് ചെയ്യാം. യെസ് പ്ലീസ്. Law of work. Montessori assumes that children prefer work to play. Love of work includes the ability to choose work freely and to find serenity and joy in work. According to Maria Montessori, children at Casa de Bambini were able to achieve an integration of self through their work. She observed that children who came in with destructive behavior like aggressiveness, hospitality, etc., quickly settled down in the prepared environment. They became calm and peaceful after working with material in the prepared environment. Slowly, all destructive behavior disappeared. Montessori concluded that some great need of the child must have been met through this activity of concentration, and that the new state the child had thereby reached was actually his normal state. Montessori referred to this process of psychic integration as the normalization of the child. Through work, children become normal. ബാക്കി വായിക്കണോ മാം? ബാക്കി കൂടി വായിക്കണോ? കേൾക്കുന്നില്ല, സോറി. Among the relations the child has brought us, there is one of the fundamental importance, the phenomenon of normalization through work.
It is certain, but the child's aptitude for work represents a vital instinct. For without work, his personality cannot organize itself and deviates from the normal lines of its construction. Man builds himself through working. The work of the child is different from that of a grown up. The aim of the child's work is not a visible one, but of an internal. അത്രയും മതി. 2 paragraphs. Thank you, ma'am. 1 second കേട്ടോ. ഇത് കാസാഡി ബാമ്പിനി ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് യൂണിറ്റ് സെക്ട് ഒക്കെ വരുമ്പോഴേക്കും അത് ടീച്ചർ നിങ്ങൾക്ക് എടുത്തു തരും. അത് മറിയാം മോണ്ടിസോറി ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത ഒരു മോണ്ടിസോറി സ്കൂളിന്റെ പേരാണ് കാസാഡി ബാമ്പിനി. അങ്ങനെ തന്നെയാണ് മറിയാം മോണ്ടിസോറിക്ക് എല്ലാ മോണ്ടിസോറി സ്കൂളുകളും അറിയപ്പെടാൻ ഇഷ്ടം. അതൊരു ഇറ്റാലിയൻ വേർഡാണ്. അതിന്റെ മീനിങ് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. സ്കൂൾ എന്നല്ല, കുട്ടികൾക്ക് വേണ്ടി ഒരു വീട്, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കഴിയാൻ പറ്റുന്ന ഒരു വീട്. അതാണ് മോണ്ടിസോറി ഉദ്ദേശിച്ചത്, മറിയ ഉദ്ദേശിച്ചത് കാസാഡി ബാമ്പിനി എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോ കുട്ടികൾ എപ്പോഴും കളിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അവർക്ക് ത്രൂ ആക്ടിവിറ്റീസ്, അതിലൂടെ അവർക്കൊരു വർക്ക് കൊടുക്കുന്നു, ആ ഒരു രീതിയിലാണ്. ഇതില് ഈ ഒരു വർക്കിന്റെ ഒരു പ്രത്യേകത, ലോ ഓഫ് വർക്ക് എന്നാണ് കേട്ടോ, ലോ ഓഫ് വർക്ക് അല്ല അവിടെ വരേണ്ടത്. ഈ ഒരു വർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ദാറ്റ് ഈസ് അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവർക്ക് സെലക്ട് ചെയ്യാം, ചൂസ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ആ ഒരു ചൂസ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും അവർക്ക് കൊടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു സിവിയർ ആയിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു സന്തോഷമായിരിക്കും അവർക്ക് അത് ചെയ്യാനായിട്ട്. ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല ചെയ്യാനെ. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു ഈ ഒരു രീതിയിൽ നമ്മൾ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരവരുടെ സെൽഫ്, ആ ഒരു പേഴ്സണാലിറ്റി അത് അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. പലപ്പോഴും കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകാം, അതുപോലെ തന്നെ വളരെ എന്താ പറയുക സ്ലീപ്പി ലേസി ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകാം. അതാണ് അഗ്രസീവ്നെസ് ആയിട്ട്, ഭയങ്കരമായിട്ട് അഗ്രസീവ്നെസ്, ഒരു വയലന്റ് നേച്ചർ കാണിക്കുന്നത്, ഹോസ്റ്റലിറ്റി, അൺഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അങ്ങ് പെട്ടെന്ന് തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നു, അവര് നോർമൽ ആകുന്നു. നിങ്ങൾക്ക് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്നൊരു ചാപ്റ്റർ ഉണ്ട്, അത് വരുമ്പോൾ ടീച്ചർ അത് പറഞ്ഞു തരും. അതായത് ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് വരുന്ന കുട്ടികളെ മറിയാം മോണ്ടിസോറി രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നോർമലൈസ്ഡ് കിഡ്സും ഡീവിയേറ്റഡ് കിഡ്സും. ഡീവിയേറ്റഡ് കിഡ്സ് എന്ന് പറയുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഡിസ്ട്രക്റ്റീവ് നേച്ചർ, ഡിസ്റ്റർബിങ് ക്യാരക്ടർ, പിന്നെ അതുപോലെ ലേസി, വീക്ക്, പിന്നെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, ഇന്റലിജന്റ് ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അവരെയെല്ലാം ഡീവിയേറ്റഡ് കിഡ്സ് എന്നുള്ള ഗ്രൂപ്പിലാണ് പെടുത്തുന്നത്. അതേസമയം വളരെ പേഷ്യൻസോടുകൂടി വളരെ കാമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള, അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ആക്ടിവിറ്റി ആ മെറ്റീരിയൽസിനെയും നശിപ്പിക്കാതെ, ചുറ്റുമുള്ളതിനെയും ഡിസ്റ്റർബ് ചെയ്യാതെ, സറൗണ്ടിങ്സിനെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഇരുന്ന് ചെയ്യുന്ന ഒരു കുട്ടി, ആ ഒരു രീതിയിൽ ചെയ്യുന്ന കുട്ടികളെയാണ് മറിയാം മോണ്ടിസോറി നോർമലൈസ്ഡ് കിഡ് എന്ന് പറയുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു മോണ്ടിസോറി നോർമലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർഫെക്റ്റ്, ഏറ്റവും ടോപ്പിൽ വരിക, എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യുന്നു എന്നുള്ളതല്ല. ഒരു കുട്ടി 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റി വേറൊരു കുട്ടി 30 മിനിറ്റ്സ് എടുക്കുമായിരിക്കും, 1 അവർ എടുക്കുമായിരിക്കും. ഒരു കുട്ടി 3-4 തവണ ചെയ്തപ്പോൾ ശരിയായത് വേറൊരു കുട്ടി ചെയ്തപ്പോൾ സെക്കൻഡ് ടൈം ശരിയായിട്ടുണ്ടാവും, വേറൊരു കുട്ടിക്ക് 10 ടൈംസ് ചെയ്യേണ്ട വന്നതാണ്. അങ്ങനെ അതൊന്നും അല്ല ഇവിടെ നോർമലൈസ്ഡിന്റെ കേസ് പറയുന്നത്. അത് എങ്ങനെ അവർ ആക്ടിവിറ്റി ചെയ്താലും സറൗണ്ടിങ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അവരതിൽ വളരെ അറ്റൻറ്റീവായിട്ട് ചെയ്യുന്ന കുട്ടികളെല്ലാം നോർമലൈസ്ഡ് എന്നുള്ള ക്യാരക്ടറിൽ പെട്ടു. ദാറ്റ് ഇസ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു മറിയാം മോണ്ടിസോറി നോർമലൈസ്ഡ് മീൻസ് പ്രൊട്ടക്റ്റീവ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എല്ലാ ബാച്ചുകൾക്കും ചോദിക്കാറുണ്ട്. നമുക്കത് ടെക്സ്റ്റിൽ നോക്കിയാൽ എവിടെയും കാണില്ല. അപ്പോൾ നോർമലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ഡോക്ടർ മറിയാം മോണ്ടിസോറി നോർമലൈസ്ഡ് ചിൽഡ്രൻ മീൻസ് പ്രൊഡക്റ്റീവ്. ഓപ്ഷൻ ഉണ്ടാവും പെർഫെക്റ്റ്, ഓൾവേസ് ടോപ്പ് ഇൻ ഓൾ സബ്ജക്ട്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെയാണ് നോർമലൈസ്ഡ് കിഡ്സ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര്
ഡിസ്റ്റർബ് ചെയ്യുന്നില്ല മറ്റുള്ളവരെ, പേഷ്യൻസോടുകൂടി അവരുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു മെറ്റീരിയൽസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, സറൗണ്ടിങ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, മറ്റുള്ള ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, എല്ലാവരോടും റെസ്പെക്ട് കാണിക്കുന്നു. ലൈക്ക് ആ ഒരു രീതിയിലുള്ള കുട്ടികളാണ് നോർമലൈസ്ഡ് കിഡ്സ്. നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ഡീവിയേറ്റഡ് കിഡ്സ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നു? ഈ ഡീവിയേറ്റഡ് കിഡ്സിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ മോണ്ടിസോറി മെത്തേഡ് അങ്ങ് മാറ്റി വയ്ക്കണം, ട്രഡീഷണൽ മെത്തേഡ് ഇൻവോൾവ് ചെയ്യണം. അതായത് ആ ഒരു ഫെസിലിറ്റേറ്റർ ആ കുട്ടികളുടെ കൂടെ ആയിരിക്കണം കൂടുതൽ ടൈം. ആ ഒരു കുട്ടികൾക്ക് വേണ്ടുന്ന ആക്ടിവിറ്റീസ് കൊടുത്ത് ഓരോ ദിവസമായിട്ട് അവരുടെ പെർഫോമൻസ് ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് നമ്മൾക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നോർമലൈസ്ഡ് എന്നുള്ള ഇതിലേക്ക് മാറിക്കഴിഞ്ഞു കുട്ടി. തുടക്കം കാണിച്ച അഗ്രസീവ്നെസ് അല്ലെങ്കിൽ ഡിസ്ട്രോയിങ് ക്യാരക്ടർലെസ്നെസ് ഒന്നുമില്ല. കുട്ടി പതുക്കെ ആ എൻവയോൺമെന്റുമായിട്ട് മേർജ് ആവുന്നു, സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നോർമലൈസ്ഡ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് ആക്കും. ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും നടക്കുന്നില്ല, ചിലപ്പോൾ മന്ത്സ് എടുക്കും, മാസങ്ങൾ എടുക്കുമായിരിക്കും. പക്ഷെ വൺസ് അവർ അതായി കഴിയുമ്പോൾ പിന്നെ ആ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഈ കുട്ടികളും മറ്റു കുട്ടികളുമായിട്ട് മേർജ് ആകുന്നു, അവരെ പോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നു. ഇങ്ങനെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നടക്കുന്നത്. ആ ഒരു മോണ്ടിസോറി സ്കൂൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ മനസ്സിലാവും. സ്കൂളിലെ കാര്യങ്ങൾ നടക്കുന്നതാണ്. സ്കൂളിൽ നിന്നൊന്നും വിളിക്കാറില്ല, ലൈക്ക് ഇങ്ങനെയാണ് കുട്ടികളുടെ വീട് എന്ന് തന്നെയാണ്. അപ്പൊ ഇതൊരു ഫണ്ടമെന്റൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് ആ ഒരു നോർമലൈസേഷൻ. അത് ഈ വർക്കിലൂടെയാണ് അവർക്ക് കിട്ടുന്നത്. ഡിസേബിൾഡ് സ്റ്റുഡൻസിനുള്ളതാണോ മോണ്ടിസോറി കോഴ്സ് ടീച്ചേഴ്സ്? ഡിസേബിൾഡ് സ്റ്റുഡൻസിന് മാത്രമുള്ളതല്ല, എല്ലാ കുട്ടികൾക്കും പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് മോണ്ടിസോറി മെത്തേഡ്. ആ ഒരു ഏജിൽ എല്ലാ കുട്ടികളും ഈ ഒരു മെത്തേഡിലൂടെ കടന്നു പോകുവാണെങ്കിൽ ആഫ്റ്റർ 6 years അവർ നോർമൽ സ്കൂളിലേക്ക്, നോർമൽ അക്കാദമിക്സ് സ്റ്റൈലിലേക്ക് ആയിരിക്കും പോകുന്നത്. അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് ചെയ്യാനായിട്ട്. കാരണം ഓൾറെഡി അവരുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി, അവര് നല്ല രീതിയിൽ ചെയ്യും. പിന്നെ ഡിസേബിൾഡ് കുട്ടികളിൽ അവരുടെ സ്പെഷ്യൽ സ്കൂളുകളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഒരു യൂസ് ചെയ്യുന്ന മെത്തേഡ് മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. ഈവൻ ദോ ബ്രെയിലി ലിപിയൊക്കെ ബ്ലൈൻഡ്സിനൊക്കെ യൂസ് ചെയ്യെങ്കിലും നമ്മളുടെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സും എല്ലാം ടാക്ടൈൽ സെൻസ് കൂടുതലായിട്ട്, ടച്ച് സെൻസ് കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സെൻസ് വളരെ ആവശ്യമുള്ള ഒരു സെൻസ് അവർക്കില്ല. സോ മറ്റ് സെൻസസിനെ അപ്പോൾ സ്ട്രെങ്തൻ ചെയ്യും. ഇപ്പം ഡെഫ് ആണെങ്കിൽ അതിനനുസരിച്ച്, ചെവി കേൾക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് അവിടെയും ടാക്ടൈൽ സെൻസ്, പിന്നെ വിഷ്വൽ അവർക്കുണ്ടെങ്കിൽ വിഷ്വൽ സെൻസ് എല്ലാം വെച്ചിട്ടായിരിക്കും അവരുടെ ലേണിംഗ് പ്രോസസ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബേസിക്കലി മിക്ക സ്പെഷ്യൽ സ്കൂളുകളിലും നടക്കുന്ന ഒരു മെത്തേഡ് മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. ഞാനൊരു സ്പെഷ്യൽ സ്കൂൾ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ കണ്ട കാര്യം. അവിടെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഉണ്ട്, വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. എല്ലാം കൺസെപ്റ്റ് മോണ്ടിസോറി മെത്തേഡുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ്. പലപ്പോഴും മോണ്ടിസോറി മെത്തേഡ് പഠിക്കുമ്പോൾ തന്നെ ചില കുട്ടികളുടെ, നമ്മുടെ പല ബാച്ചിലുള്ള കുട്ടികളുണ്ട് കേട്ടോ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഉണ്ടല്ലോ, അത് പഠിക്കാനായിട്ട് അവർ പോകും. അപ്പോൾ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോയിട്ടുള്ള കുട്ടികൾ ഷെയർ ചെയ്തിരുന്നു, ശരിക്കും ഇത് മെത്തേഡ് തന്നെയാണ് മാം അവിടെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പൊ അവിടെ അവർക്ക് കുറെ എക്യുപ്മെന്റ്സും ടൂൾസും ഒക്കെ ഉണ്ടാവും ഇതുപോലെ ചെയ്യിക്കാൻ വേണ്ടുന്നത്. അപ്പൊ നല്ല പെട്ടെന്ന് തന്നെ മനസ്സിലാവും, കാരണം ആ ഒരു സെൻസോറിയൽ എഡ്യൂക്കേഷൻ അവിടെ നടക്കുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, ഈ മോണ്ടിസോറി മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ മോണ്ടിസോറി പഠിച്ചവരെ അവിടെ അപ്ലൈ ചെയ്യാത്തണ്ട ജോബിന്? അതെന്താന്ന് വെച്ചാൽ നമ്മള് മെത്തേഡ് പഠിക്കുന്നല്ലേ ഉള്ളൂ. നമ്മൾ ശരിക്കും ഇത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് കുറവാണല്ലോ. നമ്മൾ ഈ സ്പെഷ്യൽ സ്കൂളിൽ പോയിട്ട് നമ്മൾ ഇത് ഇന്റേൺഷിപ്പ് എടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂളിലെ ഡിഫോർമേഷൻ കുറേ വരുന്ന കുട്ടികളുണ്ടല്ലേ, അവിടെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഓട്ടിസ്റ്റിക് ലെവൽ മനസ്സിലാവില്ല. കണ്ടാൽ അറിയാം എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന്. പക്ഷെ സ്പെഷ്യൽ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു പെർസെൻറ്റേജ്, അതൊക്കെ ആ ഒരു രീതിയിൽ അവർക്ക് ആ തിയറട്ടിക്കൽ ഇതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു പെർസെൻറ്റേജ് മനസ്സിലാവും. ഈ കുട്ടിക്ക് ഇത്ര പെർസെൻറ്റേജ് ഇതുണ്ട്, അപ്പൊ ഏതായിരിക്കും ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ അത് നമുക്ക് മോണ്ടിസോറി മെത്തേഡ് പഠിച്ചാൽ മുഴുവനായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും കുട്ടിക്ക് ഇങ്ങനെ ഒരു, നമുക്കത് മനസ്സിലാകും, പാരന്റ്സിനോട് റെഫർ ചെയ്യാനായിട്ട് പറ്റും. കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി കാണിക്കൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇന്റർവെൻഷൻ നടത്താൻ പറ്റില്ല. ചില ഞാനിങ്ങനെ ഒരു 6 month വർക്ക് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പൊ അവിടുത്തെ ഒരു പാരന്റ് അവിടെ തന്നെ അവിടെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയുടെ പാരന്റ്. അപ്പൊ ആ പാരന്റ് ഒരു ദിവസം പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഇപ്പൊ അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ കേട്ടതാണ്, കുട്ടി ഉണ്ടായപ്പോഴൊന്നും ഉണ്ടായിട്ട് കുറച്ച് ആയപ്പോഴൊന്നും അവർക്ക് മനസ്സിലാവില്ല ഇങ്ങനെ ഒരു കുട്ടിയാന്ന്. പക്ഷെ ആദ്യമായിട്ടാണല്ലോ അങ്ങനെയൊക്കെ ഒന്ന് കാണുന്നത്, അവർക്ക് പരിചയമില്ലല്ലോ. കുറെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നത്. നമുക്കായാലും പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ലല്ലോ. പിള്ളേർ നോർമലായിട്ട് എല്ലാ പിള്ളേരും ഒരേപോലെ തന്നെയല്ലേ ഇരിക്കുള്ളൂ. പക്ഷെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടർ ഒന്നും കാണിക്കില്ലല്ലോ, കുറച്ചും കൂടി ആയി കഴിയുമ്പോഴല്ലേ അത് ശരിക്കും മനസ്സിലാവണേ. അവിടെയും പല ടൈപ്പിലുള്ള കുട്ടികളായിരുന്നു, ഇറങ്ങി ഓടുന്നവരുണ്ടായിരുന്നു, ഭയങ്കര. പക്ഷെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പോയതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ വർക്ക് ചെയ്യാനായിട്ട്. ഞാൻ ചോദിച്ചു മേടിച്ച് പോയതാ അവിടെ. ഒരു ടീച്ചറിന്റെ ലീവ് വേക്കൻസി വന്നപ്പോ അങ്ങനെ കയറിയതാണ് അവിടെ. ആ സ്കൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിക്കൊണ്ടിരുന്ന ടീച്ചർ സൂസി എന്ന മിസ്സിന്റെ പേര്. മിസ് ഇപ്പോ ഇല്ല, മിസ് ഇടയ്ക്ക് മിസ് മരിച്ചുപോയി. മിസ്സിന് ബ്രെയിനിൽ ക്യാൻസർ വന്ന് അങ്ങനെ മിസ് മരിച്ചുപോയി. പക്ഷെ ടീച്ചറെ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത് ടീച്ചറിന്റെ വീട്ടിലെ ഒരു റൂമിൽ ഒരു കോർണറിലാണ് അത് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ഞാനൊക്കെ അവിടെ അടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ അതുവഴി പോകുന്നതാണ്. അത് എത്രയോ വർഷം മിസ് ടീച്ചർ അത് ആ ടീച്ചറിന്റെ വീട്ടിൽ തന്നെ അങ്ങനെയുള്ള പിള്ളേർക്ക് ഒരു ഷെൽട്ടർ പോലെ തുടങ്ങിയിട്ട് എത്രയോ വർഷത്തിന് ശേഷം അത് പഞ്ചായത്ത് ഏറ്റെടുത്ത് ഇപ്പൊ ഒരു സ്കൂളായത്. ശരി, വെരി ഗുഡ്. അവരെയൊക്കെ കാണാൻ പറ്റുന്ന തന്നെ ഒരു ഭാഗ്യം. അയ്യോ, ആ ടീച്ചറിന്റെ കൂടെ കുറച്ചാൾ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ്. ഇന്നാള് ജീവനോടെ ഇല്ല ഭൂമിയില്. ഇപ്പൊ ആരാ ചെയ്യുന്നത്? മീൻസ് പഞ്ചായത്ത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ഇപ്പൊ പഞ്ചായത്ത് ഏറ്റെടുത്ത് പഞ്ചായത്താണ് അതിന്റെ മേൽനോട്ടൊക്കെ നോക്കുന്നതെല്ലാം. ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണോ അവിടെ വരുന്നത്? ട്രെയിൻഡ് ആയിട്ടുള്ള നേരത്തെയുള്ള സ്റ്റാഫുകൾ ടീച്ചർ അവിടെ ടീച്ചറിന്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള സ്റ്റാഫുകളെ മാറ്റരുതെന്ന് ടീച്ചർ പഞ്ചായത്തിനോട് പറഞ്ഞായിരുന്നു. അവരെ തന്നെ എനിക്ക് എന്റെ സ്കൂളിൽ വേണം. അവര് ക്വാളിഫൈഡ് അല്ല, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിച്ചവരല്ല. പക്ഷെ മിസ് അത് തുടങ്ങിയപ്പോൾ ഈ പിള്ളേരെ നോക്കാനായിട്ട് മുന്നോട്ട് വന്നവരെ എനിക്ക് ആ സ്കൂളിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോഴും ഉണ്ട്. പിന്നെ അല്ലാതെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിച്ചവരും ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറെ പേരുള്ളത് എത്രയോ പേർക്ക് വളരെ ബ്ലെസ്സിങ് ആണ്. ശരിക്കും കുറെ കുട്ടികളെ കൊണ്ട് പാരന്റ്സ് ഒത്തിരി വിഷമിക്കുന്നവരുണ്ട്. പിന്നെ ഫിനാൻഷ്യലി ഒട്ടും പറ്റാത്തവർക്ക് അങ്ങനെ വലിയ സ്പെഷ്യൽ സ്കൂളിലൊന്നും കൊണ്ടുപോയി കുട്ടിയെ ചേർക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അവർക്കൊക്കെ ശരിക്കും അതൊരു ആശ്വാസമായിരിക്കും. എൻ്റെ ചേച്ചിയുടെ കുട്ടി കുറച്ച് കുറവുള്ള കുട്ടിയാണ്, ഗേളാണ്. 25 വയസ്സുണ്ട്. അവള് സ്പെഷ്യൽ സ്കൂളിൽ പോയ പിന്നെ നന്നായിട്ട് മാറ്റങ്ങൾ വന്നു. അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം, മരിച്ചും വാശി. പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ അധികം സംസാരിക്കില്ല, അധികം ഒന്നും പഠിക്കാനായിട്ട് എഴുതാനൊന്നും കഴിയില്ല. ആദ്യം നോർമൽ സ്കൂളിലാണ് ചേർത്തത്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് പിന്നെ സ്പെഷ്യൽ സ്കൂളിൽ കൂനമ്മാവിൽ ചേർത്തു. ഇപ്പം അവള് 25 വയസ്സുണ്ട്. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ സാധാ പോലെ പെരുമാറുന്നു. പക്ഷെ വേറെ ഒന്നും ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യില്ല, ജസ്റ്റ് TV കണ്ടിരിക്കാൻ മാത്രമേ ഉള്ളൂ. Okay, so next, the work of a child is different from that of grown up. അതായത് ഒരു അഡൾട്ട് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് കുട്ടി ചെയ്യുന്നത്. അത് ആ പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് 2 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യോ? എയും ബിയും മാത്രം. ഞാൻ വായിക്കാം. The aim of the child's work is not a visible one but of an internal one, that is for self-construction. An adult work to complete an activity. The child work is in order to develop through work to establish concentration, high mother development, work habit, and more important, his self-concept. Second point, the child attends a law of maximum effort to succeed by himself. He boosts his effort to develop. He must do it himself and do one can do it for him. In fact, every support given to a child captures his development. ഒരു കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റി സെയിം തന്നെ ഒരു അഡൾട്ട്, ഒരു ഗ്രോൺ അപ്പ് ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജഗ്ഗില് വെള്ളം നിറയ്ക്കും. അഡൾട്ടിനെ സംബന്ധിച്ച് ആ ഫൈനൽ റിസൾട്ട് അത് മാത്രമേ ഉള്ളൂ. ജഗ് ഫില്ല് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് വലിയ എൻജോയ്മെന്റും എന്റർടൈൻമെന്റും ഒന്നും ആയിരിക്കില്ലല്ലോ. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ആയിരിക്കും. അവനെ അതന്നെ നമ്മള് ജഗ്ഗില് വെള്ളം നിറയ്ക്കും എന്ന് പറയുമ്പോഴേക്കും അവനൊരു ഭയങ്കര ഒരു പ്രിവിലേജ്, ഒരു അങ്ങനെ ഒരു ഫീല് വരും. ഭയങ്കര ഒരു പ്രൗഡായിട്ട് എന്നെ ഏൽപ്പിച്ചല്ലോ അതുപോലെ. സോ ആ എൻറ്റയർ പ്രോസസ് കുട്ടി എൻജോയ് ചെയ്യും. റിസൾട്ട് എത്തുന്നത് വരെയുള്ള എൻറ്റയർ പ്രോസസ് എൻജോയ് ചെയ്യും. അപ്പൊ അതാണ് ഒരു അഡൾട്ടും കുട്ടിയും തമ്മിൽ അവര് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ്.
അപ്പൊ അത് നമുക്ക് ഭയങ്കര വിസിബിൾ ആയിട്ടൊന്നും കാണില്ല. അവരുടെ ഉള്ളിൽ അതിന്റെ പല ചേഞ്ചസ് വരുവാണ്. ഡെവലപ്മെന്റിന്റെ ഒരു രീതി തന്നെയാണത്. അതേസമയം നമ്മൾ പറയുക, നീ വെള്ളം നിറയ്ക്കണ്ട, നീ നിറച്ചാൽ അവിടെ മുഴുവൻ വെള്ളമാകും, അവിടെ മുഴുവൻ നാശമാവും, പിന്നെ എനിക്ക് ഇരട്ടിപ്പണിയാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമുക്കൊരു കുട്ടിക്ക് ഒരു ജഗ്ഗില്, എത്രയുള്ള ഒരു ജഗ്ഗാണെങ്കിൽ ജഗ്ഗില് വെള്ളം നിറയ്ക്കണമെങ്കിൽ അവനൊരു കുഞ്ഞു പാത്രം കൊടുക്കാം, അവന് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ അത് വെച്ച് ഫില്ല് ചെയ്യട്ടെ. ഇനി അഥവാ വെള്ളം അവിടെ സ്പിൽ ഔട്ട് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ക്ലോത്ത് അവന് തന്നെ പ്രൊവൈഡ് ചെയ്യാം. ആ വെള്ളം വീഴുവാണെങ്കിൽ നീ തന്നെ തുടച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആവും ആ കുട്ടി. പിന്നെ ഓരോ തവണ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും. ഫസ്റ്റ് ടൈം അവന് മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഒഴിച്ചപ്പോഴാണ് കുറെ വെള്ളം പോയത്, ഞാൻ ഇങ്ങനെ അവനോട് ശ്രദ്ധിച്ചാൽ വെള്ളം, അവൻ ആ ഒരു ആക്ഷന്റെ കൺട്രോൾ കിട്ടുക, അവന് ആ ഒരു കൺട്രോൾ കിട്ടുക. അങ്ങനെയാണ് ഇവരെ ഓരോ കാര്യങ്ങളും ചെയ്യിക്കുമ്പോൾ ശരിയായി വരുന്നത്. അപ്പൊ ഇത് അവന്റെ കോൺസെൻട്രേഷൻ കൂടും, അവന്റെ ഓരോ ഡെവലപ്മെന്റും. HIE ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂവ് ക്വിക്കലി എന്നാണ്, പെട്ടെന്ന് മൂവ് ചെയ്യുക, അതാണ് കേട്ടോ അവന്റെ മോട്ടോർ ഡെവലപ്മെന്റ്. നമുക്ക് അവന്റെ മോട്ടോർ ഡെവലപ്മെന്റ് ആവശ്യമാണ്. കാരണം ചെറുപ്പത്തിൽ അവന്റെ ലാർജ് മസിൽസ് ഒക്കെ ഡെവലപ്പ് ആകും. പക്ഷെ അവന്റെ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് കുറെ കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്തെങ്കിലും ഹോൾഡ് ചെയ്യുക, എന്തെങ്കിലും ക്യാരി ചെയ്യുക ഒക്കെ ചെയ്യണമെങ്കിൽ അവന്റെ സ്മോൾ മസിൽസ് ഡെവലപ്പ് ആകണം. അവന് എഴുതണം, വരയ്ക്കണം, സ്മോൾ മസിൽസ് ആണ് അവിടെ ഡെവലപ്പ് ആകുന്നത്. അപ്പൊ ഇവന്റെ ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവന്റെ മോട്ടോർ ഡെവലപ്മെന്റ് വളരെ ക്വിക്കായിട്ട് നടക്കും. സെൽഫ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ അവന്റെ ഒരു വർക്ക് ഹാബിറ്റ്, അത് ചെയ്യാനുള്ള താല്പര്യം, അങ്ങനെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കും കുട്ടി ചെയ്യുന്നത് കാര്യങ്ങൾ. അങ്ങനെ അതിലേക്ക് സക്സീഡ് ചെയ്യണമെങ്കിൽ അവന്റെ എഫേർട്ടിനെ ബൂസ്റ്റ് ചെയ്യണം. ആ ഒരു കാര്യങ്ങൾ ചെയ്തപ്പോ ജഗ്ഗില് വെള്ളം നിറയ്ക്കുന്നതായിക്കോട്ടെ, ഒരു കണ്ടെയ്നറിൽ പൾസസ്, കടല, പരിപ്പ്, പയർ, ഇതൊക്കെ നമ്മള് വീട്ടിലൊരു കവറിൽ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ടാവുമല്ലോ, കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യാൻ നമുക്ക് കുട്ടികളെ ഏൽപ്പിക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ ഇടുമ്പോഴേക്കും ആ ഒരു ഫോഴ്സ് കൊണ്ട് ചിലപ്പോ 2-3 ഒക്കെ താഴേക്കൊക്കെ തെറിച്ചു പോകും അല്ലെ. അങ്ങനെ വരുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള വലിയൊരു ട്രേ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന നല്ല ക്ലീൻ ആയിട്ടുള്ള മുറം എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, അത് പ്രൊവൈഡ് ചെയ്യാം. അതിന്റെ മുകളിൽ കണ്ടെയ്നർ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറയും. അപ്പൊ 1, 2, 3 പോവുകയാണെങ്കിലും ഈ ഒരു ട്രേയിലേക്കോ മുറത്തിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. അത് പിക്ക് ചെയ്ത് കൗണ്ട് ചെയ്തിടാനായിട്ടും കൂടെ പറയും. അപ്പൊ കൗണ്ടിങ്ങും ചെയ്യും, ആ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ മോട്ടോർ സ്കിൽസ് ഉണ്ടാവില്ല, അപ്പൊ അത് നമുക്ക് ചെയ്യും. അപ്പൊ നമ്മളുടെ പേഷ്യൻസ് ആണ് ഇവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു ചെറിയൊരു അവരെ ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. പക്ഷെ നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ സപ്പോർട്ടും ഈ കുട്ടിക്ക് പലപ്പോഴും അവന്റെ ഡെവലപ്മെന്റ് താന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. നീ ഇടണ്ട, ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ സോ ഈ സെൽഫ് കൺസെപ്റ്റ് അങ്ങോട്ട് ലോ ആവും. ഞാൻ ചെയ്തത് ശരിയാവില്ല, സോ അതിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവില്ല. നമ്മൾ വിചാരിക്കും കുഞ്ഞല്ലേ എന്ത് പേഴ്സണാലിറ്റി, വലുതാകുമ്പോൾ പേഴ്സണാലിറ്റി മതി എന്ന് വിചാരിക്കും. പേഴ്സണാലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഔട്ടർ അപ്പിയറൻസ് അല്ല, നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ എല്ലാ ഡെവലപ്മെന്റിന്റെയും കൂടെ ഒരു റിസൾട്ടാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇത് കുട്ടി ഉൾവലിഞ്ഞു പോകും, വളരെ ഇൻട്രോവേർട്ട് എന്നുള്ള രീതിയിൽ. അതിന്റെ ഇൻട്രോവേർട്ട് ആവുന്നത് അത്ര തെറ്റൊന്നുമില്ല കേട്ടോ, പക്ഷെ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഇൻട്രോവേർട്ട് അല്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയിട്ട് അങ്ങനെ ഉൾവലിഞ്ഞു പോകും, വിഡ്രോ ചെയ്യും എല്ലാ കാര്യങ്ങളിൽ നിന്നും. ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല. അപ്പൊ സ്കൂളിലൊക്കെ ഒത്തിരി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വരുമ്പോൾ ഇവര് മുന്നോട്ട് വരില്ല, ഒറ്റയ്ക്കുള്ളതാണെങ്കിലും ഇവര് ചെയ്യില്ല, മാറി മാറി നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് സി മാത്രം ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Yes. Okay, ma'am. Children use the environment to enhance themselves. Adults use themselves to improve the environment. The adult is no longer developing. He has arrived at the norm of the species. But the child is being a constant state of transportation. He interacts with the environment and receives impressions for his psychic development. കുട്ടികൾ എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവര്
എൻഹാൻസ്, അവര് കൂടുതൽ ഹൈലൈറ്റഡ് ആവാൻ, ഡെവലപ്പ് ആകാനായിട്ട് അവർ ഈ എൻവയോൺമെന്റ് യൂസ് ചെയ്യുന്നു. നമ്മൾ വീടിന് പുറത്തിറക്കാതെ ഒരു റൂമിൽ തന്നെ വെച്ച് വളർത്തുന്ന ഒരു കുട്ടിയും എല്ലായിടത്തും വീടിന് മുറ്റത്തിറങ്ങുന്നു, ചെടികൾക്കിടയിലൂടെ നടക്കുന്നു, നമ്മുടെ ബിലീഫ് അനുസരിച്ചുള്ള ആരാധനാലയങ്ങളിൽ പോകുന്നു, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, പാർക്കിൽ പോകുന്നു, ബീച്ചിൽ പോകുന്നു, അങ്ങനെയൊക്കെ ആവുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവര് രണ്ടുപേരും കൂടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ആ ഒരു വീടിനുള്ളിൽ തന്നെ അടച്ചു വെച്ച് പുറം ലോകം കാണിക്കാതെ വളർത്തുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഡെവലപ്മെന്റ് ഭയങ്കര സ്ലോ ആയിരിക്കും. ഈ ഒരു ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, ഒരു മൂവിയുടെ കാര്യം, സർക്കിട്ട് ഒരു മൂവി ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിലെവിടെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലേ, ആ കുട്ടിയെ വീടിന് റൂമിൽ അടച്ചു വെച്ചു. കുട്ടിക്ക് ADHD ഉണ്ട് എന്നൊരു കാരണം കൊണ്ട് അടച്ചു വെച്ചതാണ്. പക്ഷെ കുട്ടി ആകാശം കണ്ടിട്ടില്ല, സ്റ്റാർസിനെ കണ്ടിട്ടില്ല, മൂണിനെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു രീതിയിലും കുട്ടി ഒന്നും കണ്ടിട്ടില്ല. ഈവൻ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ റോഡിന്റെ സൈഡിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ വിൽക്കില്ലേ, ലൈക്ക് ഇങ്ങനെ ഊതുമ്പം ആ ഒരു ബബിൾസ് പോകുന്നത്, പിന്നെ എന്താ പറയാ ബലൂൺസ്, അങ്ങനെയൊക്കെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ടോയ്സ് ഒക്കെ വെക്കുമല്ലോ. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൗതുകമല്ലേ. ഇവൻ അങ്ങനെ ഒന്നും ഒരു എക്സ്പീരിയൻസും ഈ കുട്ടിക്ക് ഒരു 7 years ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു സമയത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു ആക്സിഡന്റലി ഒരു ഇൻസിഡന്റിൽ ഇവൻ ഒരു ക്യാരക്ടർ, മൂവിയിലെ ഒരു ക്യാരക്ടർ കണ്ടിരുന്നത് ആസിഫലിയാണ്. ആസിഫലിയെ കണ്ടുമുട്ടുന്നതും അവരൊരുമിച്ച് പുറത്തേക്ക് പോകുന്നതുമായിട്ട് അവൻ ഇതെല്ലാം എൻജോയ് ചെയ്യാം. അപ്പൊ ഇവന്റെ ADHD നിന്നുള്ള ആ എഫക്ട് ആ എൻവിയോൺമെന്റുമായിട്ട് അവൻ അത്രയും നേരം ഇന്ററാക്ട് ചെയ്തപ്പോ, കൊളാബറേറ്റ് ചെയ്യാന്ന് പറയാം, ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എൻവിയോൺമെന്റുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യുക, കുട്ടിയെ പുറത്ത് കൊണ്ടുപോവുക പലയിടങ്ങളിലും, അങ്ങനെ നമ്മൾക്കിടെ നമുക്ക് പറ്റുന്ന ഒരു രീതിയിലുള്ള ഇത്. ആളുകളൊക്കെ ഇപ്പൊ എപ്പോഴും അവധിയൊക്കെ കിട്ടുമ്പോൾ ട്രിപ്പൊക്കെ പോകുന്നുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടല്ലേ, കുറെയൊക്കെ കാര്യങ്ങൾ അത് തന്നെയാണ്. അത് എൻവിയോൺമെന്റ് ഇവരുടെ ഡെവലപ്മെന്റിനെ ശരിക്കും എൻഹാൻസ് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം അതിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞു. അവർക്ക് നമ്മൾ പറയില്ലേ ലോകപരിചയം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവര് എല്ലായിടത്തും ഒക്കെ അറിയാം, ഓരോ കാര്യങ്ങളെ പറ്റി എല്ലാം അവർക്കറിയാം. അവരിനി പ്രത്യേകിച്ച് ഇംപ്രൂവ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷനിലാണ്, ആ ഒരു ജേർണിയിലാണ്, വളർച്ചയുടെ ഒരു ജേർണിയിലാണ്. അത് എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അവിടെ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇംപ്രഷൻസ് ആയിട്ട്, അത് കുഞ്ഞിന്റെ സൈക്കിക് ഡെവലപ്മെന്റ്, ആ ഒരു ഡെവലപ്മെന്റിന് അത്യാവശ്യമാണ്. ഓക്കെ, ലാസ്റ്റ് 2 points ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തു. Children work for the purpose of the process. However, the adult is involved with the end and result. The essence of the child's work is different from the adult. A child of about 3-5 years who wants to work with the 10 cubes of pink tower on a rug would create 10 separate journeys all over the room. An adult would never act in that way. The child does not hurry as we do towards the end. By following his rhythm, he is able to accurate himself. ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടികളുടെ ആ അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എൻഡ് റിസൾട്ട് മാത്രം മതി. ഇപ്പൊ ജഗ്ഗിൽ വെള്ളം നിറയ്ക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞപ്പോ തന്നെ അതാണ് അഡൾട്ടിന്റെ ലക്ഷ്യം, അത് നിറയ്ക്കുക എന്നുള്ളതല്ലേ. പക്ഷെ കുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് റിസൾട്ട് മാത്രമല്ല, ത്രൂ ഔട്ട് ദ പ്രോസസ് അതെല്ലാം കുട്ടിയെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗും ആയിരിക്കും. അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ, ഇന്റേണൽ സൈക്കിക് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ മോട്ടോർ സ്കിൽസും ഡെവലപ്പ് ചെയ്യും. അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് റിസൾട്ട് മാത്രമേ ഉള്ളൂ. ഇനി കുട്ടിയുടെ വർക്കും അഡൾട്ടിന്റെ വർക്കും എൻറ്റയർലി ഡിഫറെന്റ്. അതാണ് നമ്മൾ ഈ ഒരു പോയിന്റ്സിലെല്ലാം പറഞ്ഞത്. ഒരു 3 to 5 years അല്ലെങ്കിൽ അതാട്ടോ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കറിയാം, അല്ലെങ്കിൽ 3.5 വയസ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കോമയല്ല, 3 കഴിഞ്ഞ് കോമയല്ല, 3.5 അല്ലെങ്കിൽ 3.5 വയസ്സെന്ന് ഉദ്ദേശിച്ചാൽ 3 ആ ഒരു ഇതിലുള്ള കുട്ടികൾക്ക്. പിങ്ക് ടവറിനെ പറ്റി ടീച്ചർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അപർണ മിസ്? ഇന്നലെ പറഞ്ഞായിരുന്നു മാം. ഓക്കെ. പിങ്ക് ടവർ എത്ര പാർട്സ് ഉണ്ട്? പിങ്ക് ടവർ അതറിയില്ല, ജസ്റ്റ് പിക്ചർ കാണിച്ചു. പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. 10 ക്യൂബ്സ് ആണ് അല്ലെ?
ഏറ്റവും വലിയ ക്യൂബ് 10 സെന്റിമീറ്റർ വരുന്നത്. ക്യൂബിന്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മുടെ മറ്റേ റുബിക്സ് ക്യൂബ് ഇല്ലേ, സെയിം തന്നെ. ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോളിഡ് ആണല്ലേ, 3 ഡയമെൻഷണൽ ഷേപ്പ് ആണ്, സോളിഡ് ആണ്. അതിന്റെ എല്ലാ ഫേസസും സ്ക്വയർ ആയിരിക്കും. അതായത് അതിന്റെ ഒരു സോളിഡ് എന്ന് പറയുമ്പോൾ അതിന് 3 ഡയമെൻഷൻസ് ഉണ്ടാവും, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പൊ ക്യൂബിന് ഇത് 3ഉം ഈക്വൽ ആയിരിക്കും. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആണ്. അതുപോലെ ക്യൂബിന്റെ 3 ഡയമെൻഷൻസ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. അതിന്റെ ഫേസസ് എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഈ ക്യൂബ് 10 ഉണ്ട്. ഏറ്റവും വലുതിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 10, പിന്നെ 9, 8 അങ്ങനെ 1 സെന്റിമീറ്റർ വരെയുള്ള ക്യൂബാണുള്ളത്. പിങ്ക് കളറാണ്. അപ്പൊ ഇതെങ്ങനെയാണ് സ്റ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലുത് ആയിരിക്കും അടിയിൽ വെക്കുക, 10 സെന്റിമീറ്ററിന്റെ ക്യൂബ്, പിന്നെ 9, 8 അങ്ങനെ. അപ്പൊ കുട്ടികൾക്ക് ഇതുകൊണ്ട് അവരുടെ സെൻസസ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവും. കളർ, ആ വിഷ്വൽ ഇമ്പാക്ട് അത് കൂടുതലായിരിക്കും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പിങ്ക് കളറാണ്. പിന്നെ വെയിറ്റ് മനസ്സിലാവും. 10 സെന്റിമീറ്ററിന്റെ ക്യൂബിന്റെ വെയിറ്റ് ആയിരിക്കും, വുഡൻ പീസസ് ആട്ടോ അത്, ക്യൂബിന്റെ വെയിറ്റ് ആയിരിക്കില്ല 5 സെന്റിമീറ്ററിന്റെ. അപ്പൊ ഒരു വെയിറ്റ് മനസ്സിലാക്കുന്നു. അല്ലാതെ നമ്മളൊരു കുട്ടിയോട് ഇത് വെയിറ്റ് കൂടുതലോ ഇത് വെയിറ്റ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ആ കൺസെപ്റ്റ് കിട്ടില്ല. കാരണം അവന് കോൺക്രീറ്റ് ഐഡിയാസ് മാത്രമേ അറിയുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഏജില് അബ്സ്ട്രാക്ട് ഐഡിയാസ് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താ കോൺക്രീറ്റ് അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺക്രീറ്റ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ടാൻജിബിൾ, നമുക്ക് കാണാൻ പറ്റുന്നത്, തൊട്ട് നോക്കാൻ പറ്റുന്നത്, അങ്ങനെ വരുന്നതാണ് കോൺക്രീറ്റ് ഐഡിയാസ്. അബ്സ്ട്രാക്ട് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു, നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ലൈക്ക് നമ്മൾ മാത്സ് ചെയ്യുമ്പോൾ നമ്മളോട് പറയുവാണ് ഒരു നമ്പറിനോട് കൂടി 0 ആഡ് ചെയ്താൽ ആ നമ്പർ തന്നെ കിട്ടും എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മളുടെ ഒരു ഏജ് അല്ലെങ്കിൽ കുറച്ചൊരു അഡോളസൻസ് ആകുമ്പോൾ 8-9 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും കുട്ടിക്ക് ആ കൺസെപ്റ്റ് കിട്ടും. അവനത് കാണിച്ചു കൊടുക്കാതെ തന്നെ യെസ് ഒരു 0യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അറിയാം. സോ ഒരു നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താൽ നമ്പറിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഒരു നമ്പറിൽ നിന്ന് ഒന്നും ടേക്ക് അവേ ചെയ്താൽ, അതായത് 0 സബ്ട്രാക്ട് ചെയ്താൽ ആ നമ്പർ തന്നെയാണെന്ന് പറഞ്ഞ് മനസ്സിലാവും. പക്ഷെ കുഞ്ഞു കുട്ടികളുടെ അടുത്ത് 3-4 ഇയേഴ്സുള്ള കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ അബ്സ്ട്രാക്ട് ഐഡിയ കിട്ടില്ല. അവരുടെ കയ്യിലൊരു 3 ചോക്ലേറ്റ്സ് കൊടുക്കുക, ഞാൻ ഇതിൽ നിന്ന് ഒന്നും എടുത്തില്ലെങ്കിൽ എത്ര ബാക്കി ഉണ്ടാവും. സോ അവർക്ക് ഈസിലി പറയാൻ പറ്റും അല്ലെ, ഞാൻ ഇതിനോടുകൂടി 0 ചോക്ലേറ്റ് ആഡ് ചെയ്താൽ, നത്തിങ് ആഡ് ചെയ്താൽ എന്തായിരിക്കും. അപ്പൊ അത് അവർക്ക് ടാൻജിബിൾ ആണ്, അവർക്ക് കാണാൻ പറ്റുന്നു, തൊട്ട് നോക്കാൻ പറ്റുന്നു, അവർക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. അസ്യൂം ചെയ്യുന്ന പരിപാടിയൊന്നും ആ ഒരു ഏജിൽ അവർക്ക് പറ്റില്ല. ഈ ഒരു ഏജില് കോൺക്രീറ്റ് ഐഡിയാസ് മാത്രമാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. അബ്സ്ട്രാക്ട് ഐഡിയാസ് മനസ്സിലാവണമെങ്കിൽ അവർ കുറച്ചുകൂടെ ഏജ് ആവണം, ഡെവലപ്പ് ആകണം. അപ്പം അതായത് നമ്മൾ ഇങ്ങനെ ചില ടോപ്പിക്സ് കൊടുക്കില്ലേ, ഈ ആർട്സ് ഫെസ്റ്റ് ഒക്കെ വരുമ്പോ കുട്ടികള് ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്താ കൊടുക്കുന്നത്? പിക്ചർ കൊടുത്തിട്ട് കളർ ചെയ്യാൻ കൊടുക്കും. കുറച്ചുകൂടെ വലിയ ക്ലാസ് ആവുമ്പോൾ തീം കൊടുക്കും അല്ലെ, തീം കൊടുക്കും. ലൈക്ക് സൺസെറ്റ് എന്നോ അങ്ങനെ തീം കൊടുക്കും. അപ്പൊ കുട്ടി ഇമാജിൻ ചെയ്ത് വരയ്ക്കുക. അപ്പൊ അബ്സ്ട്രാക്ട് ഐഡിയ കിട്ടുന്ന പ്രായമാണത്. അതാണ് ഇങ്ങനെ ആ ഒരു കോമ്പറ്റീഷനെ കാറ്റഗറൈസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാത്സ് പഠിപ്പിക്കുമ്പോൾ ചിലത് നമ്മൾ അസ്യൂം ചെയ്തിട്ട് വേണം നമുക്ക് ആ തിയറി പ്രൂവ് ചെയ്യാനായിട്ട്. ആ ഒരു ഏജ് ആകുമ്പോഴേക്കും ഓരോ അക്കാദമിക്സിൽ തന്നെ വ്യത്യാസം, കോകരിക്കുലർ ആക്ടിവിറ്റീസിൽ തന്നെ വ്യത്യാസങ്ങൾ വരുന്നത് കാണാനായിട്ട് പറ്റും. കറക്റ്റ് സയന്റിഫിക്കലി നമ്മൾ ഈ ഒരു സിസ്റ്റം എഡ്യൂക്കേഷൻ, ഇവരുടെ കരിക്കുലർ കോകരിക്കുലർ ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് വളരെ പ്രോപ്പറായിട്ട് പോകും. നമ്മുടെ ഇത് നല്ല രീതിയിലാണ് ചെയ്യുന്നത് പലപ്പോഴും, പക്ഷെ അത് അപ്ലൈ ചെയ്യുന്നത് രീതി ശരിയാകാതെ വരുമ്പോഴാണ് ഈ റിസൾട്ട് നല്ലത് കിട്ടാത്തത്. ഓക്കെ, സോ അപ്പൊ ആ ഒരു ഏജില് പിങ്ക് ടവർ ഒരു അവിടെ റെഗ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റില് മെറ്റീരിയൽസ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആ എൻവയോൺമെന്റിൽ അവിടെ എവിടെയായിട്ട് മാറ്റ് അല്ലേ, നമ്മളുടെ സാധാരണ നമ്മൾ ഡോർ മാറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള മാറ്റ് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് ഈ മാറ്റ് എടുത്തുകൊണ്ട് വന്ന് അൺറോൾ ചെയ്യുന്നതൊക്കെ ഒരു ആക്ടിവിറ്റിയാണ്. അവരുടെ ഈ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് അൺറോൾ ചെയ്യുന്നതും റോൾ ചെയ്യുന്നതും. ആ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അത് ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് മെറ്റീരിയൽസ് വെക്കുന്നത്.
അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഉരുണ്ട റൗണ്ട് ഷേപ്പിലുള്ള മെറ്റീരിയൽസ് ഒക്കെ അല്ലാതെ ഫ്ലാറ്റ് ഇത് മേശപ്പുറത്തോ ടേബിളിന്റെ പുറത്തോ ഫ്ലോറിലോ വെച്ച ഉരുണ്ട് പോകും, മിസ്സാകും, അത് നാശാവും ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് മാറ്റ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഇരുന്ന് അവർ ആക്ടിവിറ്റി ചെയ്യും, ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നു, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ അത് ചെയ്യുന്നു. അപ്പോ പിങ്ക് ടവർ ഓൺലി പിങ്ക് കളറിൽ മാത്രം ഉണ്ടാവുള്ളൂ മാം? അതെ അതെ, വുഡൻ പീസസ് ആണ്. പക്ഷെ നിങ്ങളോട് പറഞ്ഞ ടീച്ചർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ആട്ടോ. ടീച്ചർ നിങ്ങളെ കൊണ്ട് അത് ചാർട്ട് പേപ്പറിൽ ചെയ്യിക്കും. ടീച്ചർ പറഞ്ഞു തരും അതെങ്ങനെ ചെയ്യണേ, ആ ഡ്യൂട്ടി ടീച്ചർക്കാണ്. പിന്നെ ലൈക്ക് നമ്മളുടെ ഈ കാർപ്പന്റേഴ്സ് ഒക്കെ നമുക്ക് അങ്ങനെ അറിയാം, അങ്ങനെ അവരുടെ വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ചെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവര് വർക്ക് ചെയ്യുമ്പോൾ കുറേ വുഡൻ പീസസ് ഇവർക്ക് വേസ്റ്റ് ആണ്. അപ്പൊ കറക്റ്റ് ആ മെഷർമെന്റില് സ്ക്വയർ ആയിട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ കറക്റ്റ് അത് കിട്ടും. നമ്മൾക്ക് ആകെ ചെലവ് വരുന്നത് പിങ്ക് അക്രിലിക് പെയിന്റ് യൂസ് ചെയ്യാം, പിങ്ക് കളറിലുള്ള പെയിന്റും പിന്നെ ഇത് വാർണിഷും. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിങ്ക് കളർ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ബേസ് കളറായിട്ട് വൈറ്റ് കൊടുക്കുക, എന്നിട്ട് പിങ്ക് കൊടുക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പിങ്ക് ഈ വുഡൻ പീസിലേക്ക് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ വുഡിന്റെ കളറാണല്ലോ, അപ്പോൾ ചിലപ്പോൾ 3-4-5 കോട്ടൊക്കെ അടിക്കേണ്ടി വരും പിങ്ക്. അതുകൊണ്ട് ഫസ്റ്റ് വൈറ്റ് ബേസ് കൊടുക്കുക, എന്നിട്ട് പിങ്ക് അടിക്കുക. ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യണം എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞേ. കാരണം അല്ല ഉദ്ദേശിക്കുന്നത് പെയിന്റ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് പെയിന്റ് ആണോ അതോ സാധാ പെയിന്റ് ആണോ? ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്യാം, അക്രിലിക്കും യൂസ് ചെയ്യാം, പക്ഷെ വാർണിഷ് അടിച്ച് വെക്കണം. വാർണിഷ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വുഡ് വാർണിഷ് വാങ്ങിയാൽ ചിലപ്പോൾ ഒരു യെല്ലോ ടിന്റ് ഒക്കെ വരും, ഒരു യെല്ലോ കളർ വരും. ഈ നമ്മൾ ഈ പിങ്കിലേക്ക് അത് അടിക്കുമ്പോഴേക്കും ഒരു സ്ലൈറ്റ് ആയിട്ട് ഒരു യെല്ലോ കളർ വരും. അത് ഒഴിവാക്കാൻ ക്ലിയർ വാർണിഷ് എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ വാർണിഷ് വാങ്ങുക. ക്ലിയർ വാർണിഷ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ബോട്ടില് ഒന്ന് കുലുക്കി നോക്കുക. കുലുക്കുമ്പോ ഈ നമ്മുടെ പച്ചവെള്ളം, അതായത് നമ്മുടെ വാട്ടർ ഇങ്ങനെ ബോട്ടിലിൽ കുലുക്കുമ്പോ ഒരു ഒച്ച കേൾക്കില്ലേ, സെയിം ശബ്ദമായിരിക്കും ക്ലിയർ വാർണിഷിന് കിട്ടുന്നത്. അല്ലാത്ത വാർണിഷിന് ആ ഒരു ശബ്ദമല്ല, കാരണം അതിന്റെ കൺസിസ്റ്റൻസി ഇത്തിരി കൂടുതൽ അല്ലാത്ത വാർണിഷ്. അപ്പം അങ്ങനത്തെ പച്ചവെള്ളം കുലുക്കുന്ന ശബ്ദം തോന്നില്ല. ക്ലിയർ വാർണിഷ് എന്ന് പറഞ്ഞ് ചോദിക്കുക. ചിലപ്പോ കടയിലുള്ളവർക്ക് ക്ലിയർ വാർണിഷ് ഏതാ വുഡ് വാർണിഷ് ഏതാ ശരിക്കും മനസ്സിലായില്ലെങ്കിൽ ക്ലിയർ വാർണിഷ് അടിച്ചിട്ട് വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് വേണം പിങ്ക് അടിക്കാനെന്നല്ലേ മാം പറയുന്നത്? അല്ല, ഫസ്റ്റ് വൈറ്റ് അടിക്കുക, അത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം പിങ്ക് അടിക്കുക. പിങ്ക് അടിക്കുക. അപ്പൊ നമുക്ക് ഉദ്ദേശിച്ച പിങ്ക് കിട്ടിയോ എന്ന് നോക്കുക. ഇനി ഒരു കോട്ടും കൂടെ അടിക്കുക, അത് നന്നായി ഉണങ്ങിയതിന് ശേഷം വാർണിഷ് അടിക്കുക. അപ്പൊ പെയിന്റ് ഇളകി പോകില്ല. വാർണിഷ് അതൊരു സേഫ് കവറാണ്, മനസ്സിലായോ? ഇത് പോയി ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും വർക്ക്ഷോപ്പ് നമുക്കുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അവർക്ക് വെറുതെ വേസ്റ്റ് ആയി പോകുന്നതാണ്. ആരുടെങ്കിലും കടുപ്പിലേക്ക് പോകും, അല്ലെങ്കിൽ വെറുതെ കത്തിച്ചു പോകും, അങ്ങനെ വരുന്നതാണ്. അപ്പൊ അത് കൊണ്ട് അവരോട് ചോദിക്കുക, ഈ ഒരു മെഷർമെന്റിൽ എനിക്കൊന്ന് കട്ട് ചെയ്ത് തരാമെന്ന് ചോദിക്കുക. അവരുടെ നല്ല ടൂൾസ് ഉണ്ടായിരിക്കും, കട്ട് ചെയ്ത് വന്ന് എന്നിട്ട് ബാക്കി നമ്മൾ ചെയ്യുക. അവരാണെങ്കിൽ ഒന്ന് ഫൈൻ ആക്കിയൊക്കെ തരാം. ഫൈൻ ആക്കി തന്നില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അതൊരു ഫയല് വാങ്ങി, ഇങ്ങനെ രാഗെന്ന ഒരു തരം ഫയൽ ഉണ്ടല്ലോ, അത് ഒരെണ്ണം എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് അതൊന്ന് ഇതാക്കുക. അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വെച്ചിട്ട് വരച്ചാൽ മതി. അവർക്ക് ആ ഒരു ഫൈൻ ആക്കിയില്ലെങ്കിൽ സാൻഡ് പേപ്പർ വെച്ച് വരച്ചാൽ നല്ല ഫൈൻ ആവും. അതിനുശേഷം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം വൈറ്റ് പെയിന്റ് അടിക്കുക. ഉണങ്ങിയതിന് ശേഷം അടുത്ത കോട്ട് അടിക്കാൻ പാടുള്ളൂ കേട്ടോ, പിങ്ക് ആണെങ്കിലും. കാരണം അല്ലെങ്കിൽ രണ്ടും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വരും, ഇളകിപ്പോരും. ആദ്യത്തെ ബേസ് വൈറ്റ് അടിച്ച് ഒരു ദിവസം ഇരുന്നാൽ ഉണങ്ങിക്കോട്ടെ. ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഹൈറ്റ് വെയിറ്റ് ഒക്കെ മനസ്സിലാവും. പേപ്പർ കാണുന്ന നമ്മൾ ചാർട്ട് പേപ്പർ ചെയ്യുമ്പോൾ വെയിറ്റ് എന്നുള്ള സംഭവം നമുക്ക് കിട്ടില്ല അല്ലേ, ലൈറ്റ് അല്ലേ, പിന്നെ കുഞ്ഞുങ്ങൾ എടുക്കുമ്പോൾ അത് അങ്ങ് ഇതായി പോവും. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്യാനുണ്ടോ? Good morning, everyone. Today our class is conducted by Jisha ma'am about the topic Law of Natural Development. Thank you, ma'am, for your valuable information. And also, I would like to thank my classmates for active participation. And once again, thank you all of you. Have a nice day. Thank you.
താങ്ക് യു മാം. മാം Thank you, ma'am. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ മാം നമ്മള് ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത ഒരു കുട്ടിയുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ആൾക്ക് ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് ഇന്റേൺഷിപ്പ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ടൈമിൽ ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടേ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോടെ ഇൻഫോം ചെയ്യേണ്ടേന്ന്? അത് പ്രോബ്ലം ഇല്ല. അപ്പം എന്നോട് പറഞ്ഞാലും മതി. പക്ഷെ എന്തെങ്കിലും ആ കുട്ടി ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് നന്നായിരിക്കും. പിന്നെ ഒന്ന് ഒരുവിധമൊക്കെ ആവുമ്പോഴേ. ഓക്കെ മാം. ഓക്കെ. നമ്മുടെ കോഴ്സിന്റെ ടൈമിൽ തന്നെ പലർക്കും പോകാനുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ട്. അസുഖം, ഹെൽത്ത് ഇഷ്യൂസ്, പ്രഗ്നൻസി അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒട്ടും ആ സമയത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്കും പോകാൻ ബുദ്ധിമുട്ടുണ്ട് ട്ടോ മിസ്സേ. കൊച്ചിന് 8 മാസം ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ആ ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞ കുട്ടി 4 വർഷമായിട്ട് മുന്നേ പോയേ ഉള്ളതാണെന്ന് പറഞ്ഞു. 4 വർഷം തന്നെ. അന്ന് മോണ്ടിസോറി മെത്തേഡ് അല്ലല്ലോ അപ്ലൈ ചെയ്തേ. അല്ല മാം, അല്ല വേറെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല കുഴപ്പമില്ല. നമ്മൾ വൈവയുടെ സമയത്ത് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ വെർച്വലി അപ്പൊ നമ്മളൊരു പ്ലാറ്റ്ഫോം അങ്ങ് ക്രിയേറ്റ് ചെയ്യും. അവരോട് ഇമാജിൻ ചെയ്യാൻ പറയും. ക്ലാസ് റൂമിലാണ് കുട്ടികളുണ്ട്. നമ്മളെ എന്തോ ഇന്റേൺഷിപ്പ് എത്ര ദിവസം ചെയ്യണം എന്നുണ്ടോ? അങ്ങനെ 15 days ആണ്. നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇടാം. പക്ഷെ മിനിമം ഒരു 10-15 days എങ്കിലും ചെയ്തിരിക്കണം. ഒരു 1 month ഒക്കെ ചെയ്തു നല്ലതായിരിക്കും. മാം ആ കുട്ടി ഇങ്ങനെ ക്ലാസ്സിൽ കയറാത്തോണ്ട് ആ വൈവയുടെ സമയത്ത് നിങ്ങളോട് പറഞ്ഞാൽ മതിയോ? ഇതുപോലെ ഇന്റേൺഷിപ്പ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയോ? അപ്പൊ ഇൻഫോം ചെയ്താൽ മതിയോ? മതി. ആകെ വൈവയിൽ നമ്മൾ അതിന് മാർക്ക് ഇടണം. നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് ഓക്കെ മാം. പോയവർക്ക് മാത്രമേ മാർക്കുള്ളൂ അങ്ങനെയില്ല. ഈ പോകാത്തവരോട് ആ ക്ലാസ്സിൽ വെച്ച് നമ്മൾ ചെയ്യിക്കും, ആക്ടിവിറ്റി ചെയ്യിക്കും. അവരോട് ഇമാജിൻ ചെയ്യാൻ പറയും. ഒരു ക്ലാസ് റൂമാണ്. വൈവ എടുക്കുന്ന ആരും ടീച്ചറും ഇല്ല, നിങ്ങളും കുട്ടികളും മാത്രം ക്ലാസ് എടുക്കാനായിട്ട് പറയും. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു മാം. ആ സെഷന് മാർക്ക് കൊടുക്കണമല്ലോ. അപ്പം വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും ചെയ്യിപ്പിക്കും. പക്ഷെ ചിലര് മടിക്കും, ചെയ്യില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയും. അപ്പൊ അതിനനുസരിച്ച് മാർക്ക് കുറയും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലെറ്റർ കിട്ടുമല്ലോ, അത് എന്നായിരിക്കും മാം? ഏകദേശം 6 മാസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. നമ്മളിപ്പോ 5 മാസം 6 മാസം ഒക്കെ ആവാറായി. അതായത് നിങ്ങൾ പോകാനായിട്ട് ഡിസൈഡ് ചെയ്ത് സ്കൂളൊക്കെ തീരുമാനിച്ചു വെച്ച് കഴിയുമ്പോൾ PROയെ ഇൻഫോം ചെയ്യാം. ഇൻഫോം ചെയ്യുമ്പോൾ അവരത് പ്രോസസ് ചെയ്ത് തരും. നമ്മൾ ഇൻഫോം ചെയ്യണം അല്ലേ? എന്നാലേ വരുമല്ലേ? നല്ല മിസ് ഈ ടൈമൊക്കെ ഇപ്പൊ പിള്ളേർക്ക് ഇപ്പോ ആനുവൽ ഡേ, ടൂർ അങ്ങനെയുള്ളതൊക്കെ അല്ലേ? അതെല്ലാം നോക്കിയിട്ട് വേണം സ്കൂൾ സെലക്ട് ചെയ്യാൻ. ആനുവൽ ഡേയുടെ ടൈം ആയോ? അത് ജനുവരി ഫെബ്രുവരിയിലേക്കല്ലേ? പിന്നെ എക്സാം ഓണം എക്സാം കഴിഞ്ഞിരിക്കുക. അപ്പൊ ചെല്ലാം അവരുടെ ആർട്സ് ഫെസ്റ്റോ സ്പോർട്സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ഡേറ്റ് എടുക്കുക. ചില സ്കൂളിലൊക്കെ കലോത്സവം അങ്ങനത്തെ പരിപാടികളൊക്കെ ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ. സ്പോർട്സ് ഡേ, കലോത്സവം അങ്ങനത്തെ. അപ്പൊ അതൊക്കെ നോക്കി നിങ്ങളൊന്ന് എടുക്കണം കേട്ടോ. പിന്നെ നമ്മളുടെ പ്രൊഫൈലില് ഈ ഒരു സ്കൂളിലാണ് ഞാൻ ചെയ്തത് എന്ന ബയോഡേറ്റയിൽ നമുക്ക് കാണിക്കുമ്പോൾ അതൊരു പ്ലസ് ആണെങ്കിൽ അതിനനുസരിച്ച് സ്കൂളൊക്കെ സെലക്ട് ചെയ്യും. ഓക്കെ ഫൈൻ. ഓക്കെ then bye. താങ്ക് യു മാം. താങ്ക് യു മാം. മാം സ്റ്റേറ്റ് സ്കൂളൊന്നും കുഴപ്പമില്ലല്ലോ? എങ്ങനെ CBSE സ്കൂൾ തന്നെ വേണമെന്നുണ്ടോ? അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. എയ്ഡഡ് അൺഎയ്ഡഡ് സ്റ്റേറ്റ് സ്കൂളുകളായാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്കൂളിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അവിടെ ചെയ്യാട്ടോ. താങ്ക് യു മാം.